السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل جاء الحق وزهق الباطل إن الباطل كان زهوقا. وقد كان النبي صلى الله عليه وسلم لا تزال طائفة من أمتي ظاهرين على الحق. സമാദരണീയരായ പണ്ഡിത മഹത്തുക്കളെ, അഭിമന്യരായ സാദാത്യങ്ങളെ, കർമ്മധീരരായ വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ, ഈ ശബ്ദം ഓൺലൈനിലൂടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംരംഭത്തെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മെ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, നമ്മുടെ ബന്ധപ്പെട്ടവർ, സഹായിച്ചവർ, സ്നേഹിച്ചവർ എല്ലാവരെയും അല്ലാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അതിമഹത്ത അനുഗ്രഹത്തോടുകൂടെ ഒരു വ്യതിചലനവും സംഭവിക്കാതെ 90 വർഷം പിന്നിട്ട പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 90ാം വാർഷിക മഹാസമ്മേളനത്തിലാണ് നാം എല്ലാം ഒത്തുകൂടിയിരിക്കുന്നത്. പണ്ടുകാലങ്ങളിലൊക്കെ മലപ്പുറത്തും കോഴിക്കോടുമൊക്കെ സമ്മേളനം നടത്തുമ്പോൾ പലരും പറയാറുണ്ട്, മലബാർ വിട്ട് സമസ്തയ്ക്ക് സമ്മേളനം നടത്താൻ കഴിയില്ല എന്ന്. കഴിഞ്ഞ വർഷം നമ്മൾ തൃശ്ശൂർ വെച്ച് നടത്തിയപ്പോൾ പറഞ്ഞു, തൃശ്ശൂര് മലബാറിൽ ഒട്ടി നിൽക്കുന്നതുകൊണ്ട് മാത്രം വിജയിച്ചതാണെന്ന്. അൽഹംദുലില്ലാഹ്, എവിടെ വെച്ചാലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എവിടെ സമ്മേളനം വെച്ചാലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് തെളിയിച്ചുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് ഇവിടെ 10,000 തടിച്ചുകൂടിയിരിക്കുന്നത്. ഞാൻ ഓർത്തുപോവുകയാണ്, കേരളത്തിൽ ഇങ്ങനൊരു ക്യാമ്പ് നാം ഒരിക്കലും കണ്ടിട്ടില്ല. സാധാരണ ക്യാമ്പൊക്കെ നടക്കുമ്പോൾ ആളുകളെ വിളിച്ചിരുത്തി ഒന്ന് കാലൊക്കെ നീട്ടിയിരുന്ന് ഒരു സ്ക്വയർ ഫീറ്റ് അളന്നിരിക്കണം. പിന്നെ ക്യാമ്പ് തുടങ്ങിയ പിന്നെയും പറയാം, പുറത്തു നിൽക്കുന്ന ആൾക്കാർ കയറിയിരിക്കണം, രജിസ്ട്രേഷൻ ഇനിയുമുണ്ടല്ലോ. എന്നാൽ ക്യാമ്പ് തുടങ്ങുന്നതിന്റെ ഒരു ദിവസം മുമ്പ് തന്നെ രജിസ്ട്രേഷൻ നിർത്തിവെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരേ ഒരു ക്യാമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 90ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ക്യാമ്പ് മാത്രമാണ്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഈ പണ്ഡിത മഹത്തുക്കളെ സാക്ഷി നിർത്തി പറയുന്നു, ഇങ്ങനൊരു ക്യാമ്പ് നടത്താൻ കേരളത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് ഈ സമയത്ത് അല്ലാഹു ഈ സമസ്തന്റെ കൂടെ ഉറച്ചു നിൽക്കാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒന്ന് വിളിക്കുമ്പോഴേക്ക് ഒരുമിച്ചുകൂടാനുള്ള കാരണമെന്താണ്? എന്താണ് ഇത്രയും ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടാനുള്ള കാരണമെന്താണ്? അവിടെയാണ് എന്റെ വിഷയം കേന്ദ്രീകരിക്കുന്നത്. കേരളത്തിൽ ഒട്ടേറെ പ്രസ്ഥാനങ്ങളുണ്ട്. സമസ്തയേക്കാൾ 10 വർഷം പഴക്കമുണ്ട്, ഞങ്ങൾ 100 വർഷം പിന്നിട്ടു എന്ന് പറയുന്ന ഒരു നൂറ്റാണ്ട് ആഘോഷിച്ച ചില ആളുകളൊക്കെ ഉണ്ട്. സമസ്തന്റെ അത്ര പഴക്കമില്ലെങ്കിലും ഞങ്ങളാണ് സമസ്ത എന്ന് പറഞ്ഞടക്കുന്ന വേറെ ചില ആളുകളുമുണ്ട്. ഇവരൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു പ്രസ്ഥാനത്തിനും തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പോലെ ഈ 90 വർഷത്തിന്റെ ഇടയ്ക്ക് ഒരു ആദർശം മാറ്റി പറയാതെ ഞങ്ങൾ ഇന്നും ഒരേ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നു പറയാൻ കേരളത്തിലെ ഒരു മതസംഘടനയ്ക്കും സാധ്യമല്ല. അത് കഴിയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മാത്രമാണ്. 90 വർഷം മുമ്പ് സമസ്ത എന്ത് പറഞ്ഞോ ഇന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അൽഹംദുലില്ലാഹ് അവിടെ തന്നെ നിൽക്കുന്നു. മറ്റുള്ള പ്രസ്ഥാനങ്ങളൊക്കെ അവർ ഏതൊരു ആശയത്തിന്റെ മേലാണോ ആ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടതെങ്കിൽ ആ പ്രസ്ഥാനങ്ങളൊക്കെ ആ ആദർശത്തിന് വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 1926 രൂപീകൃതമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അന്ന് രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ഈ സമൂഹത്തിന് മുമ്പിൽ എന്തൊരു ആദർശമായിരുന്നോ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നും അൽഹംദുലില്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തറപ്പിച്ച് പറയാം, ആ ആദർശത്തിൽ തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എപ്പോഴുമുള്ളത്. ഒന്നൊരു മാറ്റം വന്നിട്ടില്ല.
എന്തുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സാധ്യമായത്? അതിന്റെ കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജംഇയ്യത്തുകളുടെ ആദർശങ്ങൾ എന്ന് പറയുന്നത് അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ യോഗം കൂടി തീരുമാനിച്ചുണ്ടാക്കിയ ആദർശങ്ങളല്ല. 1926 ശേഷമാണ് സമസ്ത രൂപീകരിക്കപ്പെട്ടതെങ്കിലും സമസ്തയുടെ ആദർശം എന്ന് പറയുന്നത് സമസ്ത എപ്പോഴും മുഷാവറ കൂടി തീരുമാനിച്ച ആദർശങ്ങളല്ല. മഹാനായ മുത്തനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ഇക്കാലം വരെയുള്ള മഹത്തുക്കളായ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്ന പരിശുദ്ധമായ ആദർശമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ സമൂഹത്തിന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു ആദർശം തിരുത്തി പറയേണ്ടി വന്നിട്ടില്ല, മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. എന്നാൽ കേരളത്തിൽ ഇടക്കാലങ്ങളിൽ കടന്നു വന്ന പ്രസ്ഥാനങ്ങൾ, കേരളീയ പാരമ്പര്യത്തെക്കുറിച്ച് നമുക്കറിയാം. കേരളത്തിൽ ഒട്ടേറെ പ്രസ്ഥാനങ്ങളുണ്ട്. അതൊന്നും ഇങ്ങനെ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന ആദർശ വിശുദ്ധിയുള്ള പ്രസ്ഥാനങ്ങളില്ല. എല്ലാം ശരിയെന്നുള്ള ധാരണ ആർക്കും ഉണ്ടാവണ്ട. ഹക്കായ പ്രസ്ഥാനം അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാണ്. പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നമാ അഖാഫു അലാ ഉമ്മത്തി, എന്റെ സമുദായത്തിന്റെ മേൽ ഞാൻ പേടിക്കുന്നത്, എന്റെ സമുദായത്തിന് ഞാൻ പേടിക്കുന്നത് അൽ അഇമ്മത്തുൽ മുളല്ലീൻ, പിഴപ്പിക്കുന്നതായ ഇമാമിയങ്ങളെയാണ്. ധാരാളം നേതൃത്വങ്ങളുടെ കടന്നു വരും. ആ നേതൃത്വമൊക്കെ സമുദായത്തെ വഴികേടിലേക്ക് കൊണ്ടുപോകുന്ന പിഴപ്പിക്കുന്ന ആളുകളാണ്. ഞാൻ എന്റെ സമുദായത്തിൽ പേടിക്കുന്ന വിഷയം അതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നു, ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി ലാഹിരീൻ അലൽ ഹഖ്, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു തായിഫത്ത് മാത്രം അത് എന്നും ഹക്കിന്റെ മേൽ മാത്രമായിരിക്കും. കണ്ടോ, ഒട്ടേറെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ഒട്ടേറെ പ്രസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം ഹക്ക് എന്നൊരു ധാരണ പറ്റില്ല. ചില ആളുകൾക്ക് അങ്ങനെയുണ്ട്, അതായാലും കുഴപ്പമില്ല, ഇതായാലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. അത് ശരിയല്ല. റസൂൽ പറഞ്ഞു, ഒരു തായിഫ്, ഒരു ടീം, അത് മാത്രം ലാഹിരീൻ അലൽ ഹഖ്, അത് ഹക്കിന്റെ മേൽ എപ്പോഴും ഹക്കിന്റെ മേലായിരിക്കും. അത് കുറച്ച് കാലം ഹക്ക്, പിന്നെ ഹക്കെന്ന് മാറും, അങ്ങനെയുമല്ല. ഏതുവരെ? അല്ലാഹു റസൂൽ പറയുന്നു, ഹത്താ യഅതി അംറുല്ലാഹ്, പരിശുദ്ധമായ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖിയാമത്ത് നാൾ വരെ ആ പ്രസ്ഥാനം ഹക്കിന്റെ മേലായിരിക്കും. അതാണ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പറഞ്ഞത്, ഈ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ പതാകവാഹകൻ ഞാനാണെങ്കിൽ ഇതിന്റെ അവസാനത്തെ പതാകവാഹകൻ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ആയിരിക്കും. ഇത് പറയാൻ കഴിയുന്നത് കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാണ്. വേറെ ആർക്കാ സാധ്യമാകുക? വേറെ ആർക്കാണ് പറയാൻ കഴിയുക? ഹക്കിന്റെ മേൽ ഉറച്ചു നിൽക്കുന്ന പ്രസ്ഥാനം എന്ന് പറയാൻ കഴിയുന്ന ഏക പ്രസ്ഥാനം അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാണ്. എന്നാൽ കേരളക്കരയിലേക്ക് നമുക്കറിയാം ഒട്ടേറെ പ്രസ്ഥാനങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. കേരള ഇസ്ലാമിന്റെ പാരമ്പര്യം പഠിക്കുമ്പോൾ ഹിജറ 5 തന്നെ കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് ചരിത്ര രേഖകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഹിജറ 5 തന്നെ. ഹിജറ 5 എന്ന് പറയുമ്പോൾ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലും മദീനയിലും ഇസ്ലാമിക ദഅവത്ത് നടത്തുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ കൊച്ചി കേരളത്തിലും ശുദ്ധ ഇസ്ലാം എത്തിയിട്ടുണ്ടെന്നാണ് ചരിത്ര രേഖകൾ നമ്മെ പഠിപ്പിക്കുന്നത്. മഹത്തുക്കളായ സഹാബാക്കളിലൂടെ, താബീങ്ങളിലൂടെ, പിന്നീട് AD 1467 ജനിച്ച് 1522 മരണപ്പെട്ട മഖ്ദൂമി പണ്ഡിതന്മാരിൽ ഒന്നാമനായ സൈനുദ്ദീൻ മഖ്ദൂമിലൂടെ, പിന്നീട് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനിലൂടെ, പിന്നീട് മമ്പ്രം തങ്ങളിലൂടെ, ഒളിയൻമുട്ട് ഉമർക്കാളിയിലൂടെ ആ കടന്നു വന്ന പരിശുദ്ധമായൊരു മാർഗം, ആ ഒരു മാർഗമാണ് പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഇവിടെ അനുധാവനം ചെയ്യുന്നതും പ്രചരിപ്പിക്കുന്നതും. എന്നാൽ കേരളത്തിലേക്ക് പിന്നെ കടന്നു വന്ന പ്രസ്ഥാനങ്ങൾ നോക്കും നിങ്ങൾ. 1920-കൾക്ക് ശേഷം കടന്നു വന്ന നജ്വത്തുൽ മുജാഹിദീൻ, അന്നവരുടെ പേര് നജ്വത്തുൽ മുജാഹിദീൻ ആയിരുന്നില്ല. അവർ കടന്നു വരുന്ന സമയത്ത് അന്നവരുടെ പേര് ഐക്യസംഘം എന്നായിരുന്നു. പിന്നീട് നിഷ്പക്ഷ സംഘമായി, അഹ്ലുൽ ഹദീസായി, ഇസ്ലാഹികളായി, വഹാബികളായി, 1950 മുജാഹിദുകളായി, 2002 2 ഗ്രൂപ്പായി, 2008 ആയപ്പോൾ 8 ഗ്രൂപ്പുകളായി മാറി. 8 ഗ്രൂപ്പുകളായി മാറി. ഈ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം നോക്കുന്നത്, ഈ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം ഇവിടെയാണ് നിൽക്കുന്നത്. സഹാബത്തിന്റെ പാരമ്പര്യം പറയാൻ അവർ കഴിയുന്നില്ല. അവർ കയറി ചെന്നാൽ എത്തിച്ചേരുന്നത് ദുൽഖുവൈസിറത്തു തമീമിയിലേക്കാണ്. ആരാണ് ദുൽഖുവൈസിറത്തു തമീമി? മഹാനായ മുത്തനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കി, യാ മുഹമ്മദ്
മുഹമ്മദേ നീ നീതി പാലിക്കണം. പുണ്യ നബിയുടെ മുഖത്ത് നോക്കി മുഹമ്മദേ നീ നീതി പാലിക്കണം. ഇത് പറഞ്ഞപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സുവല്ലാതെ വേദനിച്ചുപോയി. പ്രവാചകൻ ചോദിച്ചല്ലോ, ഞാൻ നീതി പാലിച്ചിട്ടില്ലെങ്കിൽ ആരടാ ലോകത്തിന് നീതി പാലിക്കുന്നവൻ? മഹാനായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലും വേദനിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്ന ആളാണ് ദുൽഖുവൈസിർ ഖുത്തമീനി. അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തിലാണ് ഹിജ്റ 1115 നജ്ദിൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് മുജാദനാകുന്നത്. ആ മുഹമ്മദ് അബ്ദുൽ വഹാബിൽ നിന്നാണ് പിന്നീട് വഹാബി പ്രസ്ഥാനം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. അത് പിന്നീട് മുഹമ്മദ് അബ്ദുൽ വഹാബിൽ നിന്ന് ജമാലുദ്ദീൻ അഫ്ഗാനി 1838 ജനിച്ച് 1898 മരണപ്പെട്ട ജമാലുദ്ദീൻ അഫ്ഗാനി ഏറ്റെടുക്കുകയും ജമാലുദ്ദീൻ അഫ്ഗാനിയിൽ നിന്ന് 1849 ജനിച്ച് 1905 മരണപ്പെട്ട മുഹമ്മദ് അബ്ദു ഏറ്റെടുക്കുകയും മുഹമ്മദ് അബ്ദുവിൽ നിന്ന് 1865 ജനിച്ച് 1935 മരണപ്പെട്ട റഷീദ് റിള ഏറ്റെടുക്കുകയും ചെയ്തു. ആ റഷീദ് റിളയിൽ നിന്നാണ് കേരളത്തിലേക്ക് വഹാബിസം എത്തിച്ചേരുന്നത്. മുഹമ്മദ് അബ്ദുൽ വഹാബിൽ നിന്നല്ല. മുഹമ്മദ് അബ്ദുൽ വഹാബിൽ നിന്ന് ഈജിപ്തിലേക്ക് ചേക്കേറുകയും ഈജിപ്തിൽ നിന്നാണ് കേരളത്തിലേക്ക് വഹാബിസം കടന്നു വരുന്നത്. ഇത് നമ്മൾ വെറുതെ പറയുകയല്ല. ഇവരുടെ പ്രസിദ്ധീകരണങ്ങൾ പഴയ അൽമനാർ പോലെയുള്ള ഇവരുടെ സമ്മേളന സുവനീറുകൾ, ആ സുവനീറുകളിലൊക്കെ പറയുന്നു കേരളത്തിലേക്ക് വഹാബിസം കടന്നു വന്നത് വക്കം മൗലവിക്കും കെ എം മൗലവിക്കും ഇങ്ങനൊരു പ്രസ്ഥാനമുണ്ടാക്കാൻ പ്രചോദനമേകിയത് അത് റഷീദ് റിളയായിരുന്നു, ജമാലുദ്ദീൻ അഫ്ഗാനിയായിരുന്നു, മുഹമ്മദ് അബ്ദു ആയിരുന്നു. ഈ 3 മഹത്തുക്കളിലൂടെയാണ് കേരളത്തിലേക്ക് വഹാബിസം കടന്നു വന്നെന്ന് അവർ തന്നെ അവരുടെ പുസ്തകത്തിൽ പരിചയപ്പെടുത്താൻ കാണാൻ സാധിക്കും. അതാണ് കേരളത്തിൽ കടന്നു വന്ന ഒരു പ്രസ്ഥാനം വഹാബിസം. പിന്നൊന്ന് കേരളത്തിലേക്ക് കടന്നു വന്ന മറ്റൊന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമി നമുക്കറിയാം. ജമാഅത്തെ ഇസ്ലാമി 1903 ജനിച്ച് 1979 മരണപ്പെട്ട സയ്യിദ് അബുൽ അഅല മൗദൂദി സാഹിബാണ് ഈ പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരൻ. അദ്ദേഹം തന്നെ പാരമ്പര്യം അദ്ദേഹത്തിന് ഒരിക്കലും ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല. പാരമ്പര്യം അവകാശപ്പെടുന്നു പോയിട്ട് പാരമ്പര്യത്തിൽ ഒരിക്കൽ പോലും താല്പര്യമില്ലാത്ത വ്യക്തിയായിരുന്നു മൗദൂദി സാഹിബ്. അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമി രൂപീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനും ഇക്കാലം വരെ ഒരു പാരമ്പര്യ മതത്തിൽ വിശ്വസിക്കുന്നവനായിരുന്നു. ഒരു പാരമ്പര്യ മതത്തിൽ വിശ്വസിക്കുന്നവനായിരുന്നു. പക്ഷേ ഞാനിപ്പോഴിതാ ആ പാരമ്പര്യം എന്ന് പറയുന്ന മാലയെ എന്റെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ച് വലിച്ചെറിയുന്നു. എനിക്ക് പാരമ്പര്യത്തോട് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മൗദൂദി സാഹിബ് രംഗപ്രവേശനം ചെയ്യുന്നത്. ആ മൗദൂദി സാഹിബിന്റെ ജമാഅത്ത് ഇസ്ലാമിയാണ് 1948 കേരളത്തിലേക്ക് കടന്നു വന്ന മറ്റൊരു പ്രസ്ഥാനം. പിന്നെ കേരളത്തിലേക്ക് കടന്നു വന്നതാണ്. പിന്നെ കേരളത്തിലേക്ക് കടന്നു വന്നത് വേറൊരു വിഭാഗം. കാണാനൊക്കെ നല്ല ഉഷാറാണ്, നല്ല തലയെക്കെട്ടൊക്കെ കെട്ടി വലിയ ജുബ്ബയൊക്കെ ഇട്ട് വലിയ വല്യൊക്കെ ഇട്ട് ദൂരത്തുനിന്ന് കാണുമ്പോൾ തന്നെ ഒരു അസ്സലാമു അലൈക്കും റെഡിമെയ്ഡ് ചുരിയുമായി കൊണ്ടുവരുന്ന ആളുകൾ തബ്ലീഗ് ജമാഅത്ത്. ഭയങ്കര തരികളാണ്. ഉള്ളിൽ വഹാബിസമാണ്. പുറത്ത് നല്ല ആദർശശാലികളായി നല്ല ജീവിത വിശുദ്ധിയുടെ ഉടമകളായി ആളുകൾ മുമ്പിൽ കടന്നു വരും. ദൂരം തന്നെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും. ചായ വാങ്ങിച്ചു പറയും, ചായ ഒന്നും വേണ്ട, ഞങ്ങൾ ഗ്യാസ് ഉണ്ട്, കുറ്റിയുണ്ട്, പാത്രമുണ്ട്, ഞങ്ങൾ ചായ സ്വന്തം ഉണ്ടായിക്കോളാം, ഞങ്ങൾക്കൊരാളുടെ സഹായം വേണ്ട എന്ന് പറഞ്ഞ് കടന്നു വരുന്ന തബ്ലീഗ് ജമാഅത്ത്. തബ്ലീഗ് ജമാഅത്ത് കടന്നു വന്നപ്പോ അന്ന് നമ്മുടെ അഭിമന്യരായ ഉസ്താദുമാർ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് അന്ന് തന്നെ പറഞ്ഞു, തബ്ലീഗ് ജമാഅത്ത് അത് സത്യത്തിൽ തബ്ലീഗ് ജമാഅത്തല്ല, അത് വഹാബി ജമാഅത്താണ്, അത് വഹാബി പ്രസ്ഥാനമാണെന്ന്. മഹത്തുക്കളായ പണ്ഡിതന്മാർ ദീർഘകാലം പഠനം നടത്തി, വലിയ ചർച്ചകൾ നടത്തി, സർവ്വവിധ സർവ്വം നടത്തിക്കൊണ്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ 1956 തീരുമാനമെടുത്തു, തബ്ലീഗ് ജമാഅത്ത് ശരിയല്ല. ആ തീരുമാനം വന്നപ്പോ ചില ആളുകൾക്കത് രസിച്ചില്ല, ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ചില ആളുകൾ സമസ്തയെന്ന് പോയി അതിന്റെ പേരിൽ വേറെ സംഘടന ഉണ്ടാക്കി അഖില കേരള ജംഇയ്യത്തുൽ ഉലമ. അതുണ്ടാക്കിയതിൽ ഒരുപാട് ആളുകൾക്ക് പങ്കുണ്ട്. ഇനി നമ്മൾ അടുത്തൊന്ന് പറയാൻ പോകുന്ന ടീമുണ്ട്, അവർക്കും അതിൽ പങ്കുണ്ടായിരുന്നു. ആ അഖില കേരള ജംഇയ്യത്തുൽ ഉലമ അവർ പോയി തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് അവരും പഠിച്ചു. പക്ഷേ അവർ പഠിച്ചപ്പോൾ അവരും കണ്ടെത്തിയത് തബ്ലീഗ് ജമാഅത്ത് പിഴച്ച സംഘടനയാണ്, അത് വഹാബിസമാണ്. ഇന്ന് നോക്കൂ നിങ്ങൾ, അന്ന് സമസ്തയോട് പറഞ്ഞപ്പോ തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ പറഞ്ഞു, അത് ശരിയല്ല, ഞങ്ങൾ വഹാബിസമല്ല, ഞങ്ങൾ വഹാബിസത്തെ അംഗീകരിക്കുന്നില്ല. നമ്മൾ പഴയകാലം അവർ ഉറുദു പുസ്തകങ്ങൾ ഉദ്ധരിക്കുമ്പോൾ അവർ പറയും, അത് ഞങ്ങൾക്ക് ബാധകമല്ല, ഉറുദു പുസ്തകമല്ലേ, അത് ഞങ്ങൾക്ക് ബാധകമല്ല, അത് ഞങ്ങളുടെ നേതാക്കന്മാരല്ല. ഇന്ന് നോക്കൂ നിങ്ങൾ, സമസ്തയുടെ കറാമത്ത് നോക്കൂ നിങ്ങൾ. ഇവരിപ്പോൾ പുതിയൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, ദൗവന്തി പണ്ഡിതന്മാർ നവോത്ഥാന നായകന്മാർ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ തുറന്നെഴുതുന്നു, മുഹമ്മദ് അബ്ദുൽ വഹാബിനെ
വഹാബി പ്രസ്ഥാനത്തെ ഒരു കാലത്ത് ഞങ്ങൾ എതിർത്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ അന്ന് ഞങ്ങൾ എതിർത്തത് ഞങ്ങൾക്ക് പഠിക്കാൻ അവസരം കിട്ടാത്തതുകൊണ്ടാണ്. ഇപ്പോൾ പഠിച്ചപ്പോൾ ബോധ്യപ്പെട്ടു വഹാബിസം ശരിയാണ്. അവർക്കിത് പറയാൻ വർഷങ്ങൾ പിന്നിട്ടു. എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പതിറ്റാണ്ടുകൾക്ക് പറഞ്ഞു തബ്ലീഗ് ജമാഅത്ത് വഹാബി പ്രസ്ഥാനം പേരിലെടുക്കുന്ന വഹാബി ജമാഅത്താണ്. അന്ന് സമസ്ത പറഞ്ഞു, ഇന്ന് അവരും പറഞ്ഞു വഹാബിസം ശരിയാണ്. എത്രത്തോളം വഹാബിസം ശരിയാണെന്ന് മാത്രമല്ല, ഒരു കാലത്ത് ഇവർ നമ്മോടൊക്കെ പറഞ്ഞെന്താ, ഞങ്ങൾ വിവാദ വിഷയങ്ങളൊന്നും ഇടപെടാറില്ല, ഞങ്ങൾ സംഘടനാ പ്രശ്നങ്ങളിൽ ഇടപെടാറില്ല, ഞങ്ങൾക്കങ്ങനെ സംഘടനകളോടൊന്നും എതിർപ്പില്ല, ഞങ്ങൾ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക, ആളുകളെ നിസ്കരിക്കാൻ വിളിക്കുക, ഇതിൽ കവിഞ്ഞൊരു ഏർപ്പാടൊന്നും ഞങ്ങൾക്കില്ല. എന്നാൽ ഇന്ന് നോക്കൂ, ആ പ്രസ്ഥാനത്തിന്റെ പുതിയ പുസ്തകത്തിൽ എന്താ പറയുന്നത്? ആ പുസ്തകത്തിൽ സമസ്തയെക്കുറിച്ച് പറയുന്നു, സമസ്തക്കാർ ഷിയാക്കളാണ്. സമസ്തക്കാർ ഷിയാക്കളാണ്. അതിപ്പോ ഒരു പുതിയൊരു വാദം കൊണ്ട് എല്ലാവരും വന്നിരിക്കുക. അത് തബ്ലീഗ് ജമാഅത്ത് മാത്രമല്ല, ഒരു സാമ്പാർ മുന്നണി തന്നെയുണ്ട്. തബ്ലീഗുകാര്, മുജാഹിദുകള്, പിന്നെ അതിൽ കൂടാൻ പറ്റുന്ന കാരന്തൂരികള്, ഇതൊക്കെ പാടെ കൂടിയിട്ട് സാമ്പാർ മുന്നണി ഉണ്ടാക്കിയിട്ട് ഇപ്പൊ പറയാണ് സമസ്തക്കാർ ഷിയാക്കളാണ്. സമസ്തക്കാർ ഷിയാക്കളാണെന്ന് പറയാൻ തബ്ലീഗ് ജമാഅത്തിനെ പ്രേരിപ്പിച്ച ഘടകമെന്താ? അവരുടെ പുസ്തകത്തിൽ ന്യായങ്ങൾ പറയുന്നുണ്ട്. എന്താ ഒന്നാമത്തെ ന്യായം എന്നറിയോ? സമസ്തക്കാർ പാടുന്ന ഒരുപാട് മാലകൾ, അവർ ചൊല്ലുന്ന ഒട്ടേറെ മൗലൂദുകൾ, ഇതിനൊന്നും ആളുകളില്ല, കർത്താക്കളില്ല, അത് ഉണ്ടാക്കിയ ആളുകളില്ല. എന്നെ ഉദാഹരണം പറഞ്ഞത് മുഹിദ്ദീമാരുണ്ടാക്കിയ ആളില്ല, അതൊക്കെ ഷിയാക്കൾ ഉണ്ടാക്കിയതാവാനാണ് സാധ്യത. ഒരു തബ്ലീഗ് ജമാഅത്തരം പറയാണ് സമസ്തനെ ഷിയാണെന്ന് പറയാൻ. ഷിയാക്കളെ ശക്തമായി എതിർക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെക്കുറിച്ച് ഷിയാ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ന്യായമെന്താ? മുഹിദ്ദീമാരെ രചിച്ച ആളെ കാണാനില്ല, അങ്ങനെ ഒരാൾ അറിയുന്നില്ലല്ലോ, മുഹിദ്ദീമാരെ രചിച്ച ആരാന്ന് അറിയുന്നില്ലല്ലോ, അപ്പൊ അതൊക്കെ ഷിയാക്കൾ ഉണ്ടാക്കിയതാവാനാണ് സാധ്യത. ഈ സാധുക്കൾ ഒരു വട്ടമെങ്കിലും മുഹിദ്ദീമാരെ പാടിയെങ്കിൽ ഇത് പറയൂ. മുഹിദ്ദീമാരെ തന്നെ പറയുന്നില്ലേ, കോഴിക്കോട്ടത്തുറ തന്നിൽ തീർന്നോവർ പൂർവാദീതൊക്കെയും നോക്കിയെടുത്തോർ. കോഴിക്കോട്ടുകാരനായ കാളി മുഹമ്മദാണ് മുഹിദ്ദീമാരുണ്ടാക്കിയതെന്ന് മുഹിദ്ദീമാരെ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നും അറിയാത്ത ചില ആളുകൾ സമസ്തയെക്കുറിച്ച് പറയാണ് സമസ്തക്കാർ ഷിയാക്കളാണ്. ആരാ പറയുന്നത്? ഞങ്ങൾക്ക് സംഘടനയെക്കുറിച്ച് അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞ ആളുകൾ. മറ്റൊന്ന്, സമസ്തയെക്കുറിച്ച് ഷിയാക്കളാണെന്ന് പറയാൻ തബ്ലീഗ് ജമാഅത്തിനെ പ്രേരിപ്പിച്ച മറ്റൊന്ന്, സമസ്തക്കാർ തവസ്സുൽ ചെയ്യുന്നവരാണ്. തവസ്സുലൊക്കെ ഷിയാക്കളുടെ ഏർപ്പാടാണ്. ഷിയാക്കളാണത്തിലെ തവസ്സുൽ തുടങ്ങി വെച്ചത്. അങ്ങനെയാണെങ്കിൽ ലോകത്തെ ആദ്യ മനുഷ്യൻ അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയേണ്ടതും ആദ്യത്തെ ഷിയാണെന്ന്. കാരണം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചപ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ തന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്ത ദുആ എങ്ങനെയാ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി മുഹമ്മദിൻ, അല്ലാഹുവേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു. അപ്പൊ അല്ലാഹ് എന്തേ പറഞ്ഞത്? ആദമെ സൃഷ്ടിക്കൽ തുടങ്ങിയിട്ടുള്ളൂ, അപ്പൊ തന്നെ നീ ഷിയായോ എന്ന് അല്ലാഹ് ചോദിച്ചില്ല. അല്ലാഹ് ചോദിച്ചൊരു ചോദ്യം എന്താ അല്ലാഹ് ചോദിച്ചു? കൈഫ അറഫ്ത മുഹമ്മദൻ വലം അഖ്ലുഖുഹു, എങ്ങനെയാണ് ആദമേ നീ മുഹമ്മദ് നബിയെ മുൻനിർത്തിക്കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്യുക? ഞാൻ മുഹമ്മദിനെ സൃഷ്ടിച്ചിട്ട് പോലുമില്ലല്ലോ. അപ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട്, പടച്ചവനെ ലമ്മാ ഖലഖതനി, നീ എന്നെ സൃഷ്ടിച്ചപ്പോൾ, നീ എന്നെ സൃഷ്ടിക്കുകയും എന്നിൽ നീ റൂഹ് നിക്ഷേപിക്കുകയും ചെയ്തപ്പോൾ ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഞാൻ അർശിലേക്ക് നോക്കിയപ്പോൾ അർശിന്റെ സ്തൂപങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഫഅലിംതു, അപ്പോൾ എനിക്ക് ഉറപ്പായി നിന്റെ പേരിന്റെ കൂടെ മറ്റൊരാളുടെ പേരെഴുതണമെങ്കിൽ അദ്ദേഹം അഹബ്ബുൽ ഖൽഖി ഇലൈക്, അല്ലാഹുവേ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരിക്കണം. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായതുകൊണ്ടാണല്ലോ നിന്റെ പേരിന്റെ കൂടെ മുഹമ്മദ് എഴുതാൻ കാരണം. അതുകൊണ്ടാണ് ഞാൻ മുഹമ്മദ് നബിയെ മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ചോദിച്ചത്. അപ്പൊ എന്താ അള്ളാഹു പറഞ്ഞത്? എന്തേ അള്ളാഹു പറഞ്ഞത്? തവസ്സുൽ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. തവസ്സുൽ ഷിയാക്കൾ ഏർപ്പെടാൻ പറഞ്ഞില്ല. അള്ളാഹു പറഞ്ഞു, ആദം ലൗലാ മുഹമ്മദ് നബി ഇല്ലായിരുന്നെങ്കിൽ മാ ഖലഖതു, ആദമേ താങ്കളെപ്പോലും സൃഷ്ടിക്കുമായിരുന്നില്ല. താങ്കൾ പറഞ്ഞ സത്യമാ സദഖത യാ ആദം ഗഫർതു ലക, ആദമേ താങ്കൾ പറഞ്ഞ സത്യമാണ്, താങ്കളെ ദുആ സ്വീകരിച്ചിരിക്കുന്നു എന്ന്. നോക്കൂ നിങ്ങൾ, എന്താ ഇവിടെ സംഭവിച്ചു പോയത്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തവസ്സുൽ ചെയ്തതാണ്. എന്നിട്ട് തബ്ലീഗ് ജമാഅത്ത് പറയുന്നു
തവസ്സുൽ ചെയ്യുന്ന രീതി ഷിയാക്കളുടെ രീതിയാണ്. അപ്പൊ തബ്ലീഗ് ജമാഅത്ത് കാണുമെന്നല്ല രസം വിചാരിച്ചിട്ട് അതിൽ പെടാൻ നിൽക്കണ്ട, അത് നല്ലതാണ് പറയാൻ നിൽക്കണ്ട. തബ്ലീഗ് ജമാഅത്ത് അത് യഥാർത്ഥ വഹാബി ജമാഅത്ത് തന്നെയാണ്. പണ്ട് സമസ്ത കേരള ജമിയത്തിൽ പറഞ്ഞെങ്കിൽ ഇന്ന് അവരുടെ പുസ്തകം കൊണ്ട് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെ കടന്നു വന്ന ഒട്ടര പ്രസ്ഥാനങ്ങൾ ചേകനൂരികൾ 1936 അദ്ദേഹത്തിന്റെ ജനം എടപ്പാളിനടുത്ത് ചേകനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് PK മുഹമ്മദ് അബുൽ അസൻ മൗലവിയാണ് ഈ ചേകനൂർ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. അദ്ദേഹത്തെ ഇന്നിപ്പോ കാണാനില്ല. പണ്ട് ഉസ്താദുമാരെ ദർസ് പഠിക്കുമ്പോൾ എന്ത് ചോദിച്ചാലും അതിന് തെളിവുണ്ടോ തെളിവില്ല പറയുന്ന സ്വഭാവക്കാരനായിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിനും തെളിവില്ലാതെയായിപ്പോയി. അദ്ദേഹത്തിനെ കാണാനില്ല. പണ്ട് ഉസ്താദുമാർ പറഞ്ഞിട്ടാ നിനക്ക് ലാസ്റ്റ് തെളിവുണ്ടാവൂല. അത് തെളിയിക്കപ്പെട്ടു. അദ്ദേഹത്തിന് ഒരു പിടി ഇന്നും കിട്ടാനില്ല. എവിടെയാണെന്നൊരു പിടുത്തമില്ല. അദ്ദേഹത്തിന് ഒരുപാട് വിനന്തമായ വാദങ്ങൾ ഉണ്ടായിരുന്നു. നായ ശുദ്ധിയുള്ളതാണുള്ള വാദം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നായ ശുദ്ധിയുള്ളതാണ്. ഒരു ദിവസം പട്ടിക്കാട് ജാമ്യാനൂരിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു. ബഹുമാനായ നാട്ടിക ഉസ്താദ് അല്ലാഹു അവിടുത്തെ ഖബർജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. നാട്ടിക ഉസ്താദ് മറുപടി വന്നു. ഉസ്താദ് പറഞ്ഞു, ചേകനൂരിലൂടെ പ്രസംഗിച്ചത് 2 ദിവസം നായയുടെ മഹത്വത്തെക്കുറിച്ചാണ്. നാട്ടിക ഉസ്താദ് പറഞ്ഞു, അത് വർഗബോധമായിരിക്കാം, അതിന് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ നായയെക്കുറിച്ച് ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് കാഴ്ചപ്പാട്. നിസ്കാരത്തിന്റെ വക്തകളെ കുറിച്ച് മാത്രമല്ല, അദ്ദേഹത്തിന്റെ നിസ്കാരത്തിന്റെ രസമാണ്. അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്, നിസ്കരിച്ച് മടുത്തവർക്കും നിസ്കാരം കേൾക്കുമ്പോഴേക്കും മടി തോന്നുന്നവർക്കും ഉത്തമകൃതി. നിസ്കരിച്ച് മടുത്തവർക്കും നിസ്കാരം കേൾക്കുമ്പോഴേക്കും മടി തോന്നുന്നവർക്കും നല്ലൊരു പുസ്തകം. എന്താ അതിൽ അദ്ദേഹം പറയുന്നു, സുജൂദ് 2 വേണ്ട, 1 മതി. സുഖാണല്ലോ. സുജൂദ് 2 വേണ്ട, 1 മതി. തെളിവെന്താ? ഖുർആൻ. അദ്ദേഹം തെളിവ് തിരിച്ച് ഖുർആൻ. എന്താ തെളിവ്? അദ്ദേഹം പറഞ്ഞു, അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് നിങ്ങൾ സുജൂദ് ചെയ്യണം, റുക്കൂ ചെയ്യണം. അവിടെ എണ്ണം പറഞ്ഞിട്ടില്ല. റുക്കൂ എന്നല്ലേ ഉള്ളൂ. അപ്പൊ സുജൂദ് 1 മതി. അപ്പൊ കുറെ ആൾക്കാർക്ക് തോന്നി ഇത് കുറച്ച് സുഖമുള്ള ഏർപ്പാടാണ്. കാരണം എന്തേ? 2 സുജൂദ് വേണ്ട, കൂടുതൽ റക്അത്തുകളില്ല, കൂടുതൽ വക്തുകളില്ല. അങ്ങനെ ഒരു പ്രസ്ഥാനം കേരളത്തിൽ കടന്നു വന്നു. പിന്നെ കടന്നു വന്നു മറ്റൊരു പ്രസ്ഥാനമാണ് 1989കളിൽ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ആലിമീങ്ങൾക്കെതിരിൽ ആ മഹത്തുക്കളായ പണ്ഡിതന്മാരെ കണ്ണിയത്ത് ഉസ്താദിന് 1-ാം പ്രതിയും ഷംസുലുലമയെ 2-ാം പ്രതിയാക്കി കേസ് കൊടുത്തുകൊണ്ട് കടന്നു വന്ന മറ്റൊരു പ്രസ്ഥാനം കാരന്തൂരികൾ. ആ പ്രസ്ഥാനം നോക്കൂ നിങ്ങൾ. ഇൻഷാ അല്ലാഹ് ഞാൻ ഓരോന്ന് പറയാം. ഇങ്ങനെ ഒട്ടേറെ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിലും ആ പ്രസ്ഥാനത്തിനൊന്നും തന്നെ അവർ എന്തൊരു ആദർശത്തിന്റെ മേലാണോ രൂപീകൃതമായെങ്കിൽ ആ ആദർശത്തിൽ അവർ കുറച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ചരിത്രം പഠിക്കുമ്പോൾ ആർക്കും കണ്ടെത്താൻ കഴിയുന്ന കാര്യമാണിത്. നോക്കൂ നിങ്ങൾ, കേരളത്തിൽ തൗഹീദിന്റെ പേര് പറഞ്ഞ് കടന്നു വന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം, അല്ലെ? കേരള മുസ്ലിംകൾ ശരിയല്ല. ഇവരുടെ പുസ്തകം ഞാൻ എടുത്ത് വായിക്കേണ്ടായി. വളരെ പഴക്കമുള്ള സൽസബിയിൽ, ആ സൽസബിയിൽ എഴുതിയിരിക്കുന്നു, ഉമർ എഴുതിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു നോട്ടീസ് അതിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. എന്താ നോട്ടീസിന്റെ ഹെഡിങ് അറിയോ? ലോക ജംഇയ്യത്തുൽ മുശ്രിക്കീൻ. ലോക ജംഇയ്യത്തുൽ മുശ്രിക്കീൻ. മുശ്രിക്കീങ്ങളുടെ ലോകാടിസ്ഥാനത്തിലുള്ള സംഘടന. ആരദ്ദേഹം മുശ്രിക്കാക്കുന്നത്? ആരദ്ദേഹം പറയുന്നു, പ്രസിഡന്റ് അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, സെക്രട്ടറി കണ്ണിയത്ത് ഉസ്താദ്. മഅാദല്ലാഹ്, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്താണ് ആ പറഞ്ഞ വാക്കൊക്കെ? എന്താണ് പറഞ്ഞത്? ലോക മുശ്രിക്കീങ്ങളുടെ സംഘടനയുടെ സെക്രട്ടറിയാണത്രേ കണ്ണിയത്ത് ഉസ്താദും ഷംസുലുലമയൊക്കെ. ഇങ്ങനെ തൗഹീദിന്റെ പേര് പറഞ്ഞ് കടന്നു വന്ന പ്രസ്ഥാനമാണ് നദ്വത്തുൽ മുജാഹിദീൻ. ആ പ്രസ്ഥാനത്തിന്റെ അവസ്ഥ നോക്കി നിങ്ങൾ. ആ പ്രസ്ഥാനം ഇപ്പോൾ തൗഹീദിന്റെ പേരിൽ തന്നെ ഭിന്നിച്ചിരിക്കുകയാണ്. തൗഹീദിന്റെ പേരിൽ ഭിന്നിച്ചു മാത്രമല്ല, 2001 ജൂൺ 4-ാം തീയതി പുളിക്കലിൽ അവർ യോഗം കൂടി. പുളിക്കൽ മദീനത്തുൽ അറബി കോളേജിൽ വെച്ചുകൊണ്ട് അവരുടെ പണ്ഡിത സഭ യോഗം കൂടിയിട്ട് പറഞ്ഞു, നമ്മൾ ഇതുവരെ പഠിപ്പിച്ചത് 2001 ജൂൺ 3-ാം തീയതി വരെ പഠിപ്പിച്ച തൗഹീദ് പൂർണ്ണമല്ല. ഇതുവരെ നമ്മൾ പറഞ്ഞ തൗഹീദ് 2 എന്നാണ്. ഇന്നു മുതൽ നമ്മൾ യോഗം കൂടി 3 ആക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവർ 2001 ജൂൺ 4-ാം തീയതി വരെ മുജാഹിദിന് തൗഹീദ് 2 ഉള്ളെങ്കിൽ ആ തൗഹീദ് പൂർണ്ണമല്ല. ഇന്നു മുതൽ നമ്മൾ പുതിയൊരു തൗഹീദ് കൂടി തുടങ്ങുന്നു, തൗഹീദ് 3 ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2001 ജൂൺ 3-ാം തീയതി വരെ മരണപ്പെട്ടുപോയ മുജാഹിദുകൾ പൂർണ്ണ തൗഹീദ് കിട്ടാതെ മരണപ്പെട്ടുപോയി. പുതിയ തൗഹീദ്. അപ്പോഴാണ് അവരെ കൂട്ടത്തിൽ മറ്റൊരു ഗ്രൂപ്പ് രംഗത്ത് വന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ നമ്മൾ തൗഹീദ് ഉണ്ടാക്കാൻ കുറച്ചുകൂടി കൂട്ടണം. അദ്ദേഹം പറഞ്ഞു, തൗഹീദ് 2 പോരാ, 3 പോരാ, എന്റെ കാഴ്ചപ്പാട് പ്രകാരം 36 തൗഹീദ് വേണമെന്നാണ് അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞു. തൗഹീദ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വർഷം തോറും തൗഹീദ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്ത് പറഞ്ഞ തൗഹീദൊക്കെ ഇപ്പോൾ മാറ്റി മറിച്ചിരിക്കുന്നു.
പഴയ കാലത്ത് പറഞ്ഞ തൗഹീദ് എന്ന് അവർ കുറച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇനി നോക്കും നിങ്ങൾ, അക്കാലത്ത് പറഞ്ഞ ഓരോ വിഷയങ്ങൾ ഓരോന്നെടുത്ത് നോക്കുകയാണെങ്കിൽ ഒക്കെ തിരുത്തി സമസ്ത എന്ന് പറഞ്ഞ വിഷയങ്ങളെ അവരെതിർത്ത കാര്യങ്ങളൊക്കെ ഇപ്പൊ തിരുത്തിക്കൊണ്ടിരിക്കുക. ഒരു ഉദാഹരണം ഞാൻ പറയാം. സംഘടിത സക്കാത്ത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അന്നും പറയുന്നു ഇന്നും പറയുന്നു, സക്കാത്തുകൾ ഒരു ഇസ്ലാമിക രാജ്യമല്ലാത്ത സ്ഥലങ്ങളിൽ സക്കാത്തുകൾ വ്യക്തികൾ നേരിട്ട് കൊടുക്കുകയാണ് വേണ്ടത്, സംഘടനയെ ഏൽപ്പിക്കുകയല്ല വേണ്ടത്. അന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അന്ന് കേരള നദ്വത്തുൽ മുജാഹിദും പറഞ്ഞു, അല്ല, സംഘടിതമായിട്ടാണ് കൊടുക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, പുതിയ ഇസ്ലാഹ് മാസിക, ഈ പുതിയ അൽ ഇസ്ലാഹ് മാസികയിൽ ഇവർ വ്യക്തമായി പറയുന്നു, ഇവരുടെ പഴയ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് തുറന്നു പറയുകയാണ്, ആ വാദം ശരിയല്ല. ഇത് ശരിയല്ല, സംഘടിതമായിട്ടാണ് കൊടുക്കേണ്ടതെന്നുള്ള വാദം നമ്മൾ ഇക്കാലം വരെ പറഞ്ഞിരുന്നു. അത് ശരിയല്ല, ഒറ്റക്ക് കൊടുക്കലാണ് നല്ലത്. ഇത് പറയാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അന്ന് പറഞ്ഞു. പക്ഷേ ഇവർക്കിത് പറയാൻ 100 വർഷം പിന്നിടേണ്ടി വന്നു. 100 വർഷം കഴിഞ്ഞു. ഇവരുടെ ബുദ്ധി 100 വർഷം തേക്കോട്ട. 100 വർഷം സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100 വർഷം എന്ന് പറയുന്നത് ഇവർക്ക് 100 വർഷം കഴിയേണ്ടി വരുമെന്ന് പറയാൻ നോക്ക് നിങ്ങൾ. എന്നിട്ട് വീണ്ടും ഇതിൽ പറയുന്നു, ഒറ്റയ്ക്ക് കൊടുക്കലാണ് നല്ലത്. അപ്പൊ മറുവിഭാഗം ആളുകൾ ഇവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇതുവരെ ഇത് പറയാറുന്നത്? മുജാഹിദ് ഇപ്പൊ 8 ഗ്രൂപ്പാണല്ലോ, ഒരുപാട് ഗ്രൂപ്പുകളാണ്. ഒരു ഭാഗത്ത് ജിന്നൂരി, അതിന്റെ അപ്പുറത്ത് ഇൻസൂരി, അതിന്റെ ഇപ്പുറത്ത് മടവൂരി, അതിന്റെ അപ്പുറത്ത് ഇരിവേറ്റി, അതിന്റെ അപ്പുറത്ത് സക്കരിയാക്കൾ, ഇങ്ങനെ തുടങ്ങി പോകുന്ന ഗ്രൂപ്പുകൾ, ഗ്രൂപ്പിൽ ഉപഗ്രൂപ്പുകളും അങ്ങനെയാണ്. ജിന്നന്റെ 2 ജിന്നൂരി കിസ്മാനിയ. നമ്മൾ ദർസൊക്കെ പഠിക്കുമ്പോൾ പറയാല്ലേ, പേരുകൾ 4 വിധമാണ്. ഒന്ന് മാവിന് 2 മാജ്ഹൂല് മഅറൂഫ് എന്നൊക്കെ പറയും പോലെ ജിന്നൂരിന് കിസ്മാനിയ. ഒന്ന് സക്കരിയ നേതൃത്വം നൽകുന്നത്, ഒന്ന് ഫൈസൽ നേതൃത്വം നൽകുന്നത്. അതോടിരിക്കട്ടെ, ഏതായാലും ഇവരിത് പറഞ്ഞപ്പോ മറുവിഭാഗം ചോദിക്കുകയാണ്, അങ്ങനെ കൊടുക്കൽ വ്യക്തിപരമായിട്ട് കൊടുക്കലാണ് നല്ലതെങ്കിൽ നിങ്ങൾ എന്താ ഇക്കാര്യം വരെ പറയാറുന്നത്? കേട്ടോളൂ, അതിന് മറുപടി ഇദ്ദേഹം പറയുന്നു, ഒരു കാര്യം ബോധ്യപ്പെടുമ്പോഴല്ലേ പറയുക, ബോധ്യപ്പെടുന്നതിന് മുമ്പ് എങ്ങനെ പറയുക? ഇപ്പോഴാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ പറയുന്നു. അപ്പൊ വീണ്ടും ചോദ്യം, എങ്കിൽ പിന്നെ കുറച്ചു മുമ്പ് പറഞ്ഞുകൂടായിരുന്നില്ലേ? പിളർപ്പിന് മുമ്പെന്നെ പറഞ്ഞുകൂടായിരുന്നില്ലേ? മറുപടി, പിളർപ്പിന് മുമ്പ് പറഞ്ഞിരുന്നുവെങ്കിൽ, നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ സംഘടനാ നേതൃത്വം ഞങ്ങളെ സസ്പെൻഷൻ ചെയ്യുമായിരുന്നു, സംഘടന പുറത്താക്കുമായിരുന്നു. അതുകൊണ്ടാ പറയാതിരുന്നത്. ഇതുവരെ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞെന്താ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതിൽ ആർക്കും എന്തും പറയാം. നേതാക്കന്മാർ അന്ധമായി അനുകരിക്കേണ്ട ആവശ്യമില്ല. ഖുർആനും ഹദീസും അടിസ്ഥാനത്തിൽ എന്താണോ ബോധ്യപ്പെട്ടത് തുറന്നു പറയാമെന്നായിരുന്നു ഇക്കാലം വരെ മുജാഹിദ് പറഞ്ഞെങ്കിൽ ഇന്ന് പറയുന്നതിന് അവസരമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയാതിരുന്നത്. ഇനി രസം നോക്കും നിങ്ങൾ, അന്ന് സംഘടിത സക്കാത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ, നമ്മൾ അന്ന് ചോദിച്ചു. എന്താ ഒരു ചോദ്യം ചോദിച്ചത്? നമ്മൾ ചോദിച്ചൊരു ചോദ്യം, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സംഘടിതമായി സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഇന്ന് കൊടുക്കണമെങ്കിൽ ഇന്ന് അമീറുണ്ടോ, ഇസ്ലാമിക ഭരണകൂടമുണ്ടോ? നമ്മൾ അന്ന് ചോദിച്ചു. ഇന്ന് ഇസ്ലാഹ് മാസി ചോദിക്കുന്നത് നിങ്ങൾ എന്താ ചോദ്യം? കൽപ്പന നബിയോടാണ്. ഖുദ് മിൻ അംവാലിഹിം സദഖ എന്ന് പറഞ്ഞ ആയത്തിലെ കൽപ്പന നബിയോടാണ്, ശേഷം ഖലീഫമാരോടും. എന്നിട്ട് നോക്കുങ്ങൾ, എന്നാൽ ഇന്ന് അമീറുൽ മുഅ്മിനീൻ എന്ന് പറയാൻ പറ്റിയ ആളുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി അമീറുൽ മുഅ്മിനീനാണോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ഉണ്ണിയൻകുട്ടി മൗലവി അമീറുൽ മുഅ്മിനാണോ? അമീറുൽ മുഅ്മിന്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്നല്ലേ ഇസ്ലാമിന്റെ നിയമം. TP അബ്ദുള്ള കോയ മദനിയും മുജാഹിദിന്റെ ജനറൽ സെക്രട്ടറി ഉണ്ണിയൻകുട്ടി മൗലവിയൊക്കെ അമീറുൽ മുഅ്മിനാണോ? പിന്നെ എങ്ങനെയാണ് അവരെ കയ്യിൽ ഏൽപ്പിക്കുക? മറ്റൊന്ന്, ബൈത്തുൽ മാൽ ഏൽപ്പിക്കണമെന്നല്ലേ ഇസ്ലാമിന്റെ നിയമം. കേട്ടോളൂ, KNMന്റെ ധനകാര്യ വകുപ്പ് അത് ബൈത്തുൽ മാലാണോ? നമ്മൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ പഴയ നമ്മളെ പുസ്തകങ്ങൾ തപ്പിത്തെറിഞ്ഞെടുത്തിട്ട് ഇപ്പൊ ചോദിക്കുകയാണ് അവര്, സമസ്ത ചോദിച്ചതുപോലെ. ഇനി കഴിഞ്ഞില്ല, എന്തൊക്കെ ചോദ്യങ്ങളാണിത്. ഇത് തന്നെ ഒരുപാട് പറയാനുണ്ട്. ഞാൻ പല വിഷയങ്ങളും പറയാനുണ്ട്, അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാലത്ത് പറഞ്ഞതൊക്കെ ഇപ്പൊ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു വിഷയം നോക്കും നിങ്ങൾ, കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനവും നമ്മളും തർക്കത്തിലിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു തറാവീഹ്. തറാവീഹിനെ കുറിച്ച് ഇവരെ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഒരു കാലത്ത് ഇവരെ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആദ്യകാലത്ത് ഇവർ പറഞ്ഞു തറാവീഹ് 20 റക്അത്താണ്, അത് റമളാനിലെ പ്രത്യേക നിസ്കാരമാണ്. ഞാൻ വായിക്കാം, കിതാബുൽ അവ്വൽ ഫിൽ അമലിയാത്ത്, EK മൗലവി മർഹൂം, MCC അബ്ദുറഹ്മാൻ മൗലവി മർഹൂം, 3 മർഹൂമികൾ കൂടി ഇതുണ്ടാക്കിയതാ. മർഹൂം ആകുന്നതിന് മുമ്പട്ടോ ഇവർ 3 കൂടി ഇവരുണ്ടാക്കിയ പുസ്തകത്തിൽ പറയുന്നു, റമളാനിലെ പ്രത്യേക നിസ്കാരമാണ് തറാവീഹ്, ഇത് 20 റക്അത്ത് നിസ്കരിക്കണം, ഈ 2 റക്അത്തിന് സലാം വീട്ടൽ നിർബന്ധമാണ്. ഇത് പണ്ട് എഴുതിയതാ. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞത്? തറാവീഹ്
അങ്ങനെ റമളാനിൽ പ്രത്യേക നിസ്കാരമൊന്നുമല്ല, അത് എപ്പോഴും ആവാം. റമളാൻ അല്ലാത്ത മാസങ്ങളിലൊക്കെ ആവാം. തറാവീഹ് എന്ന് പറഞ്ഞാലും വിത്ർ എന്ന് പറഞ്ഞാലും തഹജ്ജുദ് എന്ന് പറഞ്ഞാലും ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാലും ഖിയാം റമളാൻ എന്ന് പറഞ്ഞാൽ ഒക്കെ ഒന്ന് തന്നെയാണ്. അത് എപ്പോഴും ആവാം, ഏത് കാലത്തും ആവാം. അത് കൂടിയാൽ 11 റക്അത്ത്, ചുരുങ്ങിയാൽ 1 റക്അത്ത്. തറാവീഹ് മാറി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു 11നേക്കാൾ ഒരു കാരണവശാലും കൂടാൻ പാടില്ല. 11 റക്അത്തിനേക്കാൾ കൂടുതൽ ഹറാമാണ്. രാത്രി നിസ്കാരം, തറാവീഹിനല്ല, രാത്രിയിലുള്ള നിസ്കാരം ഒരു കാരണവശാലും 11നേക്കാൾ വർദ്ധിപ്പിക്കാൻ പാടില്ല. വർദ്ധിപ്പിക്കൽ നിഷിദ്ധമാണ്. ഇളവുകൾ ഇസ്ലാമി വിധികൾ എന്ന പുസ്തകത്തിൽ അബ്ദുസ്സലാസുല്ലും എഴുതി വെച്ചു, ഒരു കാരണവശാലും വർദ്ധിപ്പിക്കാൻ പാടില്ല. എന്നാൽ ഇപ്പൊ നോക്കൂ നിങ്ങൾ, മുജാഹിദ് പ്രസ്ഥാനം വീണ്ടും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ മാസിക 2015 ഒക്ടോബറിൽ ഇറങ്ങിയ മാസികയിൽ പറയുന്നു, നമ്മൾ തറാവീഹിനെ കുറിച്ച് 11നേക്കാൾ കൂടാൻ പാടില്ല എന്ന് ഇക്കാലം വരെ പറഞ്ഞിരുന്നു. ആ വാദം ശരിയല്ല. 11നേക്കാൾ കൂടുന്നതിന് കുഴപ്പമില്ല. പുതിയ മാസിക 11നേക്കാൾ കൂടുന്നതിന് കുഴപ്പമില്ലെന്ന് മാത്രമല്ല, അതിൽ പറയുന്ന നിങ്ങൾ 11നേക്കാൾ നിസ്കരിക്കൽ ബിദ്അത്താണെന്ന് പറഞ്ഞാൽ പൂർവികരായ ആലിമീങ്ങളെ കുറിച്ച്, സാലിഹീങ്ങളെ കുറിച്ച് മുബത്തദീങ്ങൾ എന്ന് പറയേണ്ടി വരും. അത് ഗുരുതരമായ ആരോപണമാണ്, വലിയ തെറ്റാണ്. അതുകൊണ്ട് 11നേക്കാൾ കൂടാൻ പാടില്ല എന്നുള്ള വാദം ശരിയല്ല. കാലങ്ങൾ കഴിയേണ്ടി വന്നു, 90 വർഷം പിന്നിടേണ്ടി വന്നു ഇവർക്കത് മനസ്സിലാകാൻ. ഇനി മറ്റൊന്ന്, ഞാൻ ഓരോന്നോർന്ന് പറഞ്ഞു പോകുകയാണ്. മറ്റൊന്ന് നോക്കൂ നിങ്ങൾ, ഖുത്ബയുടെ ഭാഷ. ഇവരുടെ ആദ്യകാലവാദം എന്തായിരുന്നു? ആദ്യകാലത്ത് വരുന്ന പ്രസംഗിച്ചത്, ആദ്യകാലത്ത് ഇവർ എഴുതിയെന്താ? ഖുത്ബ എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു പ്രസംഗമല്ല, ഖുത്ബ ആരാധനയാണ്. അതുകൊണ്ട് തന്നെ ഖുത്ബ അറബിയിലായിരിക്കണം. അന്നവർ എഴുതി വെച്ചെന്താ? ഖുത്ബക്ക് ചില ഫറളുകളും ഷർത്തുകളും ഉണ്ട്. ഞാൻ വായിക്കാം. കിതാബുൽ അവ്വൽ ഫിൽ അംലിയാത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ പറയുന്നു, ഖുത്ബക്ക് ചില ഷർത്തുകളും ഫറളുകളും ഉണ്ട്. എന്തൊക്കെയാണ് ഫറളുകൾ? ഫറളുകൾ 5 ഒന്ന് അല്ലാഹുവിനെ സ്തുതിക്കുക, ഇങ്ങനെ പറഞ്ഞ് ഫറളുകൾ പറയുന്നു. എന്നിട്ട് ഷർത്തുകൾ പറയുമ്പോൾ അതിൽ ഒന്ന് പറഞ്ഞെന്താ? അറബിയിലായിരിക്കൽ ഖുത്ബയുടെ ഷർത്താണ്. അറബിയിലായിരിക്കൽ ഖുത്ബയുടെ ഷർത്താണ്. പിന്നെയോ ഒന്നുണ്ടായിരിക്കണം, ഔറത്ത് മറച്ചിരിക്കണം, അതൊക്കെ ഖുത്ബയുടെ ഷർത്താണ്. എന്നാൽ അക്കാലത്ത് അവർ പറഞ്ഞു ഖുത്ബ അറബിയിൽ തന്നെ ഓതണം. ആരാ പറഞ്ഞത്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവ് കെ മൗലവി. അദ്ദേഹത്തിന് അൽ ഇർഷാദ് മാസികയിൽ എഴുതി വെച്ചു, വലാകിൻ ഹഉനാ ശൈഉൻ ആഖർ യൻബഗി ഇൽതിഫാത്ത് ഇലൈഹി വഹുവ അന്നാ ലം നജ്ദ് ഫീ കുതുബി മിനൽ കിതാബ് അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സഹാബത വത്താബിഈന വത്താബിഇ താബിഈൻ ഹീനമാ യഖ്തുബൂന ഖുത്ബത്തുൽ മശ്റൂഅ. കെ മൗലവി അദ്ദേഹത്തിന്റെ അൽ ഇർഷാദ് മാസികയിൽ എഴുതി വെച്ചു, അല്ലാഹുവിന്റെ റസൂലോ സഹാബത്തോ താബിഈങ്ങളോ തബഉ താബിഈങ്ങളോ അവരാരെങ്കിലും ഖുത്ബ ഓതുമ്പോൾ അറബിയല്ലാത്ത മറ്റൊരു ഭാഷയിൽ ഓതിയിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകം പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഓതിയിട്ടില്ല, സഹാബത്ത് ഓതിയിട്ടില്ല, താബിഈങ്ങൾ ഓതിയിട്ടില്ല, അവരാരും ഓതിയിട്ടില്ല. വായിലൻ അതിന് പുറമെ അന്നൽ അറബിയത്തെ ലുഗത്തുൽ ഇസ്ലാം, അറബി ഇസ്ലാമിന്റെ ഭാഷയാണ്. അത് പഠിക്കലും പ്രചരിപ്പിക്കലും മുസ്ലിമിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് വലിയ അജ്ലി ആദിഹിൽ റസൂൽ നഖൂൽ അന്നൽ ഖുത്ബത അർകാനഹാ വതവാബിഅഹാ കുല്ലഹാ ബിൽ അറബിയ. ഖുത്ബ അതിന്റെ ഫറളുകളും അനുബന്ധങ്ങളും ഒക്കെ അറബിയിലായിരിക്കണം. ഏത് കാലത്ത് എഴുതുക? പഴയ കാലത്ത് കെ എം മൗലവി അദ്ദേഹത്തിന്റെ അൽ ഇർഷാദ് മാസികയിൽ എഴുതി വെച്ചു ഖുത്ബ അറബിയിലായിരിക്കണം. എന്നാലോ കുറച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഖുത്ബ അങ്ങനെ ഒരു ആരാധനയൊന്നുമല്ല. പിന്നെയോ എം ടി അബ്ദുറഹ്മാൻ മൗലവി വായക്കാട്ടുകാരൻ, അദ്ദേഹം ഒരു പുസ്തകം എഴുതി, ജുമഅ ഖുത്ബ മദ്ഹബ് എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു ജുമഅ ഖുത്ബ കേവലം ഒരു പ്രസംഗമാണ്. അപ്പൊ പിന്നെ ചോദ്യം വരുമല്ലോ, കേവലം ഒരു പ്രസംഗമാണ്, ഒന്നുമില്ല ആവശ്യമുണ്ടോ? ഷർത്തും പറഞ്ഞുണ്ടോ? അപ്പൊ അദ്ദേഹത്തിന് മറുപടി കേട്ടോളൂ, ഖുത്ബക്ക് അങ്ങനെ ചില ഷർത്തും പറഞ്ഞൊന്നുമില്ല. ഖുത്ബക്ക് അങ്ങനെ ചില ഷർത്തും പറഞ്ഞൊന്നുമില്ല. കേട്ടോളൂ നിങ്ങൾ. അദ്ദേഹം പറയുന്നു ഖുത്ബക്ക് കുറെ ഫറളുകളുണ്ടെന്ന വാദം അത് തെളിവുകളിലെ പിൻഫലമില്ലാത്തതാണ്. ഖുത്ബക്ക് അങ്ങനെ ഫറളുകളൊന്നുമില്ല. ഇനി ഷർത്ത് കേട്ടോളൂ. ഖതീബിന് ഒളു മുറിയുക, തുണി കീറുക പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ അതൊക്കെ ഉടനെ പരിഹരിക്കുകയോ ഖുത്ബ കഴിഞ്ഞ് പരിഹരിക്കുകയോ ചെയ്താൽ മതി. സുന്നത്താണെന്ന് നിയ്യത്ത് ചെയ്താൽ മതി. ഖതീബ് ഖുത്ബ ഓതുമ്പോൾ ഒന്നു പറഞ്ഞാല് ഒന്നൊക്കെ സുന്നത്തുള്ളൂ, അത് ഷർത്തൊന്നുമല്ല. ഔറത്തെന്ന് വെളിവായാലും അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട്, ഖുത്ബ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുണ്ടാക്കിയാൽ മതി. അതെന്തിനാണ് ഈ വാദം കൊണ്ടുവന്നത്? ഖുത്ബ കേവലം ഒരു പ്രസംഗമാണ് സമർപ്പിക്കാൻ വേണ്ടി. അങ്ങനെ അവർ പറഞ്ഞു ഖുത്ബ അത് കേവലം ഒരു പ്രസംഗമാണ്. മാത്രമല്ല അഹ്കാമുൽ ഖുത്ബ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതി വെച്ചു ഖുത്ബ കേവലം അത് നാട്ടുഭാഷയിൽ തന്നെ ഓതണം. മാതൃഭാഷ മാത്രം പോരാ,
അതാത് നാടുകളിൽ കാസർഗോട്ടുകാരുടെ ഭാഷയിൽ കാസർഗോഡ് ഓതണം, മലപ്പുറത്തുകാരുടെ ഭാഷയിൽ മലപ്പുറത്ത് ഓതണം, തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ തൃശ്ശൂർ ഓതണം, ഓരോ നാട്ടുകാരുടെയും നാട്ടുഭാഷയിൽ ഓതണം. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനം ഓതാൻ തുടങ്ങി, ഖുത്ബ തുടങ്ങി. ഇപ്പൊ എവിടെത്തി? ഓരോരുത്തരും സ്വന്തം ഇഷ്ടപ്രകാരം ഖുത്ബ ഓതാൻ തുടങ്ങി. കേരള ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടങ്ങനെ മലയാളത്തിൽ ഖുത്ബ തുടങ്ങിയത് എന്റെ പ്രിയപ്പെട്ടവരെ കൊടുങ്ങല്ലൂർ പള്ളിയല്ല, കാസർകോട്ട് പള്ളിയല്ല, മാടായി പള്ളിയല്ല, കേരളത്തിൽ പഴക്കമുള്ള മലബാറിലെ മക്ക എന്ന് പേരിലറിയപ്പെടുന്ന പൊന്നാനിപ്പള്ളിയല്ല. കേരള ചരിത്രത്തിൽ ആദ്യമായി കൊണ്ട് മലയാളത്തിൽ ഖുത്ബ എവിടെയാ? സൽസബിയിൽ 1972 പുസ്തകം 2 ലക്കം 2 പറയുന്നു, കേരളത്തിൽ ആദ്യമായി ഖുത്ബ മലയാളത്തിൽ ഓതിയത് കൊച്ചിയിലെ മട്ടാഞ്ചേരി പള്ളിയിലാണ്. കൊച്ചിയിലെ മട്ടാഞ്ചേരി പള്ളി. ആ പള്ളി ഉണ്ടാക്കിയതാര? സഹാബത്താണോ? അല്ല. താബീങ്ങളാണോ? അല്ല. തബർ താബീങ്ങളാണോ? അല്ല. പൂർവ്വകാല വഹാബി നേതാക്കന്മാരാണോ? അവരുമല്ല. പിന്നാരാ? വഹാബി പ്രസ്ഥാനത്തിന് ധനാഢ്യനായിരുന്ന ഹാജി അബ്ദുള്ള ഫേട്ടുണ്ടാക്കിയ പള്ളിയിലാണ് കേരള ചരിത്രത്തിൽ ആദ്യമായി കൊണ്ട് അറബിയല്ലാത്ത മറ്റൊരു ഭാഷയിൽ മലയാള ഭാഷയിൽ ഖുത്ബ നിർവഹിക്കപ്പെട്ടത്. പറയുന്നത് ഞാനല്ല, ജനാബ് കെ ഉമർ മൗലവി അദ്ദേഹത്തിന്റെ സൽസബീൽ മാസികയിൽ പറയാൻ. എന്നിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു? ഖുത്ബ കേവലം ഒരു പ്രസംഗമായി മാറിയപ്പോ, ഖുത്ബ കേവലം ഓരോരുത്തരും നാട്ടുഭാഷയിൽ നിർവഹിക്കേണ്ട ഒരു കർമ്മമായി മാറിയപ്പോൾ എന്ത് സംഭവിച്ചു? അവർ തന്നെ പറയുന്ന കേട്ടോ നോക്കുക. അവർ പറയുന്നു ഖുത്ബയെല്ലാം ഇപ്പോൾ കേവലം ഒരു അനൗൺസ്മെന്റായി മാറിയിരിക്കുന്നു. പുതിയ അൽ ഇസ്ലാഹ് മാസിക, പുതിയ അൽ ഇസ്ലാഹ് മാസികയിൽ പറയുന്ന നിങ്ങൾ എന്താണ് നമ്മുടെ മിംബറുടെയും ഖുത്ബയുടെയും അവസ്ഥ? ഞാൻ വായിക്കാം. ഖുത്ബയൊക്കെ അദ്ദേഹം പറയുന്നു നിങ്ങൾ പവിത്രമായ മസ്ജിദ് മിംബറുകൾ തരംതാണ സംഘടനാ പ്രവർത്തനങ്ങളായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു തുടങ്ങി. അതിന് കാരണം പറയുന്നത് അറിയോ? ഈ അടുത്ത് മുജാഹിദിന്റെ 3 സമ്മേളനം നടന്നു. എവിടൊക്കെയാ? ഒന്ന് കുറ്റ്യാടിയിൽ, ഒന്ന് മുക്കത്ത്, ഒന്ന് കാസർഗോഡ്. ഇങ്ങനെ 3 സമ്മേളനങ്ങൾ ഉണ്ടായപ്പോൾ ഈ ഖുത്ബ എന്ന ഖത്തീബ് കുറ്റ്യാടിയിൽ നടന്ന സമ്മേളനത്തിന്റെ ഖത്തീബ. അദ്ദേഹം ഖുത്ബയിൽ പ്രസംഗിച്ചു. ഖുത്ബ പറഞ്ഞ പ്രസംഗമാണല്ലോ, പ്രസംഗം തന്നെ തിരിഞ്ഞാൽ മതിയല്ലോ, നാട്ടുകാർക്ക് തിരിഞ്ഞ് എന്ത് പറഞ്ഞാലും ഖുത്ബയാണല്ലോ. അദ്ദേഹത്തിന്റെ ഖുത്ബയിൽ പറഞ്ഞു അടുത്ത ആഴ്ച കുറ്റ്യാടിയിൽ സമ്മേളനമുണ്ട്, എല്ലാവരും സമ്മേളനത്തിൽ പങ്കെടുക്കണം. ഖുത്ബയാണ്. അപ്പൊ ഇത് കേട്ട് സഹിക്കാൻ കഴിയാതെ ഒരു മടവൂരി ഭാഗത്തുപെട്ട ഒരാളുണ്ടായ സദസ്സിൽ അദ്ദേഹം പറഞ്ഞു കുറ്റ്യാടി മാത്രമല്ല സമ്മേളനം കാസർകോട്ടുണ്ട്, അവർക്കും എല്ലാവരും വരണം. അപ്പൊ ജിന്നുകളെ കൂട്ടത്തിൽപ്പെട്ടൊരു സുഹൃത്തുണ്ട് ആ സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു അവിടെ 2 മാത്രമല്ല മുക്കത്ത് ഞങ്ങളുടെ സമ്മേളനം അതേ ഡേറ്റ് തന്നെ ഉണ്ട്, അവിടേക്കും വരണം. എത്ര ഖുത്ബയായി എന്നിട്ട് നോക്കും നിങ്ങൾ. ഇവർ പറയുന്നു നമ്മളെ പള്ളി മിമ്പറുകളുടെ അവസ്ഥ എന്താണ്? ഏറെ പവിത്രമായ സ്ഥാനങ്ങളുള്ള പരിശുദ്ധമായ മിമ്പറുകൾ ഇന്ന് കേവലം അനൗൺസ്മെന്റ് പറയാനുള്ള വേദികളായി മാറിയിരിക്കുന്നു, സംഘടനാ കാര്യങ്ങൾ പറയാനുള്ള വേദികളായി മാറിയിരിക്കുന്നു. മാത്രമല്ല കേട്ടോളൂ, പള്ളി മിമ്പറുകളിൽ കയറാൻ യോഗ്യതയുള്ളവർ ആരുമില്ല. പഠിച്ച അറിവിനനുസരിച്ചുള്ള സംസ്കാരം എടുക്കുന്നവരായിരിക്കണം ഖുത്ബ ഓതുന്നത്. പക്ഷേ താടി പാടേ പഠിച്ച് ഷർട്ട് ഫാൻസിനുള്ളിലേക്ക് ഇൻസൈഡ് ചെയ്ത് ഞെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം ധരിച്ച് നടക്കുന്ന തനിച്ച ഫാസിക്കുകൾക്ക് കേവലം പ്രസംഗം നടത്താനുള്ള വേദികളായി നമ്മുടെ മിമ്പറുകൾ മാറിയിരിക്കുന്നു. ആരാ പറയുന്നത്? നമ്മൾ ആരോപിക്കില്ല, നമ്മൾ കുറ്റപ്പെടുത്തില്ല, അവരുടെ മാസിക ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. എവിടെ എത്തി നോക്കും നിങ്ങൾ? എവിടെ എത്തി? എന്നിട്ടതിന്റെ പരിണിത ഫലം നോക്കും നിങ്ങൾ. ഖുത്ബ കേൾക്കാൻ പോയ ഒരു സുഹൃത്ത് പറയാണ്, വിചിന്തനം മാസികയിൽ അദ്ദേഹം എഴുതുകയാണ്. എന്താ അദ്ദേഹം എഴുതുന്നത്? വിചിന്തനം മാസികയുടെ ഹെഡിങ് നോക്കും നിങ്ങൾ, ഖുത്ബ ദുരന്തം. മുജാഹിദ് പള്ളിയിൽ 30 കൊല്ലമായി ഞാൻ ഖുത്ബ കേൾക്കാൻ പോകുന്നു അദ്ദേഹം പറയാം. പക്ഷേ എന്താണ് നമ്മുടെ ഖുത്ബയുടെ അവസ്ഥ? ഖുത്ബ ഒരു ദുരന്തമായി മാറിയിരിക്കുകയാണ്. ഒരിക്കൽ ഞാൻ പള്ളിയിൽ കയറി ചെന്നപ്പോ ഖുത്ബ ഓതുന്ന ആൾ ഞാനും 2 ഗ്രൂപ്പുകാരനാണ്. എന്നെ കണ്ടപ്പോൾ ഖത്തീബ് വിഷയം മാറി, പിന്നെ എന്നെ കുറിച്ചായി ഖുത്ബയിൽ. ആരാ പറയുന്നത്? ഒരു മാസികയിൽ എഴുതുകയാണ് എന്നെക്കുറിച്ചായ ഖുത്ബ. അങ്ങനെ ഖുത്ബ നീണ്ടുപോയി, നിർത്തുന്നില്ല. അദ്ദേഹം പറയാണ് നീണ്ടുപോയി 45 മിനിറ്റ്. ഞാൻ നിർത്തുമെന്ന് പ്രതീക്ഷിച്ചു, നിർത്തിയില്ല. 55 മിനിറ്റായി, നിർത്തിയില്ല. 1 മണിക്കൂറായി, നിർത്തുന്നില്ല. 1 മണിക്കൂറും 15 മിനിറ്റായി, നിർത്തിയില്ല. 1 മണിക്കൂർ 35 മിനിറ്റ്. ഹാവു, ഒന്നാം ഖുത്ബ ഒരുവിധം കഴിഞ്ഞു കിട്ടി. ആരായി പറയുന്നത്? 30 കൊല്ലമായി മുജാഹിദ് പള്ളിയിൽ ഖുത്ബ കേൾക്കാൻ പോകുന്ന സഹോദരൻ സത്യദാരിലല്ല ഇരുന്നത്, മുജാഹിദ് പത്രമായി വിചിന്തനത്തിനെഴുതുകയാണ്. ഹാവു, സമാധാനമായി. പക്ഷേ ഇനിയും ഒരു ഖുത്ബ കൂടി ഉണ്ടല്ലോ, ഒന്നേ കഴിഞ്ഞിട്ടുള്ളൂ. അടുത്ത ഖുത്ബ അദ്ദേഹം പറയാം, ഞങ്ങൾ വേർപ്പ് തുടച്ചു, ഇരിപ്പിന്റെ രൂപക്കൊന്ന് മാറ്റി. 2ാം ഖുത്ബ ഞങ്ങൾ പ്രതീക്ഷിച്ചു ഇതും അങ്ങനെ തന്നെ ആകുമോ എന്ന്. താരതമ്യേനെ കുറച്ച് കുറഞ്ഞതായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഉപദേശം, ഈ നിലക്ക് ഖുത്ബ മുന്നോട്ട് പോകാൻ പാടില്ല, ഖുത്ബ മാറ്റണം. നിർബന്ധമായിക്കൊണ്ട് നമ്മുടെ ഖുത്ബയുടെ ശൈലികൾ മാറ്റിയിരിക്കണം. ഖുത്ബ മാത്രം മാറിയാൽ പോരാ, ഖത്തീബും മാറിയിരിക്കണം. ആര് പറയുന്നത്?
ആരാ പറയുന്നത്? സമസ്തക്കാർ യോഗം കൂടിയിട്ട് പ്രഖ്യാപനം നടത്തുകയല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുഖപത്രമായ വിചിന്തനത്തിൽ 30 കൊല്ലക്കാലം മുജാഹിദ് പള്ളിയിൽ ഖുതുബ കേൾക്കാൻ പോയ സഹോദരൻ പറയാൻ, ഖുതുബ മാത്രം മാറിയാൽ പോരാ, ഖത്തീബ് മാറിയിരിക്കണം. ജനങ്ങൾക്ക് മാതൃകയാകേണ്ട ഖത്തീബ് വേഷവിധാനങ്ങൾ മാതൃകയായിരിക്കണം. വലിയ കള്ളിയുള്ള കുപ്പായവും ടൈറ്റ് ഫിറ്റ് ഫാൻസും ധരിച്ചുകൊണ്ട് താരത്തിനൊപ്പം നടക്കുന്ന ആളാണ് ഞങ്ങൾ ഖത്തീബെന്ന് ജനങ്ങൾ തോന്നലുണ്ടാക്കാമെങ്കിലും ഒരു ഖത്തീബിനിതൊന്നും ഒരിക്കലും യോജിച്ചതല്ല. വേഷങ്ങൾ മാറിയിരിക്കണം. ആരാ പറയുന്നത്? മുജാഹിദ് പ്രസ്ഥാനം. ഇനി അടുത്ത രസം കേട്ടോ നിങ്ങൾ. ഇപ്പൊ ഖുതുബ ഈ നിലക്ക് മുന്നോട്ട് പോയപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? പല പള്ളിയിലും മിംബറിൽ കയറിക്കൊണ്ട് മറുഗ്രൂപ്പുകാരെ കുറിച്ച് കുറ്റം പറഞ്ഞപ്പോ അടി തുടങ്ങി. അങ്ങനെ അടി തുടങ്ങിയിട്ട് കാസർകോട്ട് പള്ളിയിൽ കേട്ടോ നിങ്ങൾ, കാസർകോട് പള്ളിയിൽ മുജാഹിദ് വോയ്സ് എന്ന് പറയുന്നവരെ മാസികയിൽ പറയുന്നു, കാസർകോട് പള്ളിയിൽ മുജാഹിദ് പണ്ഡിതൻ ഖുതുബോദി അറബിയിൽ. അപ്പൊ എന്താ അദ്ദേഹം അറബിയിൽ ഖുതുബോദാൻ കാരണം? മറു ഗ്രൂപ്പ് പറഞ്ഞു, കണ്ടോ ആ ഗ്രൂപ്പുകാർ സുന്നികളെപ്പോൾ അറബിയിൽ ഖുതുബോദാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹത്തിന്റെ വിശദീകരണം, ഞാൻ മാത്രമല്ല അറബിയിൽ ഖുതുബോദിയിട്ടുള്ളത്, ഒട്ടേറെ പള്ളികളിൽ മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ സമീപത്തുള്ള സലഫി മസ്ജിദിൽ 2002 ഡിസംബർ 27 വെള്ളിയാഴ്ച ജുമയ്ക്ക് അറബി ഭാഷയിലാണല്ലോ മറു ഗ്രൂപ്പ് ഖുതുബോദിയത്. വേറെ പള്ളിയിൽ മറു ഗ്രൂപ്പ് അറബിയിൽ ഖുതുബോദി. നോക്കുമ്പോൾ എല്ലാ പള്ളിയിലും അറബിയിലാണ്. ഒരുപാട് പള്ളിയുടെ കഥ പറയാൻ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ അറബിയിൽ ഓതാനുള്ള കാരണം, ഞാൻ മിംബറിൽ കയറാൻ നിൽക്കുമ്പോ അവിടെ 2 ഗ്രൂപ്പുകാരുണ്ട്. അപ്പോൾ പോലീസ് ഇടപെട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ മലയാളത്തിൽ ഖുതുബോദിക്കഴിഞ്ഞാൽ നിങ്ങൾ മറുഗ്രൂപ്പിന് വല്ലതും പറയാൻ സാധ്യതയുണ്ടെന്ന് അവർ പറയുന്നത്, അതുകൊണ്ട് താങ്കൾ ഓതാൻ സമ്മതിക്കില്ലെന്നാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് താങ്കൾ അറബിയിൽ ഖുതുബോദണം. പോലീസ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇമാമിങ്ങൾ പറഞ്ഞാൽ തെളിവല്ല, പോലീസ് പറഞ്ഞാൽ മുജാഹിദുകൾക്ക് തെളിവാണ്. മുജാഹിദ് പ്രസ്ഥാന ഖുതുബ അറബിയിലാക്കിയിരിക്കുകയാണ്. കണ്ട നിങ്ങൾ എവിടെത്തിയ പ്രസ്ഥാനത്തിന്റെ വ്യതിയാനം? ഇത് ഒന്നും രണ്ടൊന്നല്ല. ഞാൻ ഈ പ്രസ്ഥാനത്തിന്റെ വ്യതിയാനങ്ങളെ കുറിച്ച് പഠിച്ച് ഒരു പുസ്തകം എഴുതാൻ നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ് എത്ര വൈരുദ്ധ്യങ്ങളാണ്. ഇത് കർമ്മപരമായിട്ടാണെങ്കിൽ ഈ വിശ്വാസപരമായിക്കൊണ്ട് ജിന്ന് പിശാചുക്കൾ പിടുത്തമുട്ട് പോക്കാണിപ്പോ. പഴയ ജിന്നൊന്നല്ല ഇപ്പോ. പണ്ടൊക്കെ ജിന്നുണ്ടെന്ന് പറയാനല്ലാതെ പണ്ട് തീരെ ജിന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇടക്കാലത്ത് ജിന്ന് തുടങ്ങി. ഇപ്പൊ ജിന്ന് നമ്മളെക്കാളും പിടുത്തമുട്ട ജിന്ന. നമ്മളൊക്കെ മന്ത്രി ചൂതാന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ നോക്കൂ നിങ്ങൾ, പുതിയ പുസ്തകത്തിൽ പുതിയ ഇസ്ലാമിൽ ചർച്ച എന്താ അറിയോ? മന്ത്രി ചൂതനയല്ലേ ചർച്ച. മന്ത്രി ചൂതിക്കഴിഞ്ഞാൽ കൈമടക്ക് വാങ്ങുന്നതിന്റെ വിധി എന്താണ്? കൈമടക്ക് വാങ്ങണല്ലോ ചർച്ച. പിന്നെ കൈമടക്ക് വാങ്ങുന്നത് സുന്നത്താണോ നിർബന്ധമാണോ? ഒരു കാലത്ത് ഇതിന്റെ പേരിൽ പാവപ്പെട്ട സുന്നികളെ ആക്ഷേപിച്ച ആളുകൾ സൽസബീലിന്റെ എന്റെ കയ്യിൽ ഇസ്ലാഹ് എന്ന കയ്യിലുണ്ട്, പഴയകാല മാസികന്റെ കയ്യിലുണ്ട്. പഴയകാല മാസികയിൽ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് പോലും അതിരൂക്ഷമായി വിമർശിച്ച ആളുകൾ, പാണക്കാട്ടെ തങ്ങന്മാരെ കുറ്റപ്പെടുത്തിയ ആളുകൾ ഇന്നവരെ മാസികയിൽ അവർ പുസ്തകത്തിൽ പറയുന്നു, മന്ത്രിച്ചൂതാന്ന് മാത്രമല്ല, മന്ത്രിച്ചൂതിക്കഴിഞ്ഞാൽ കൈമടക്കും വാങ്ങാം. തെളിവെന്താ? ഹദീസ്. ഏതാ ഹദീസ്? ഇത് ഇന്നിറങ്ങിയ ഹദീസൊന്നുമല്ലല്ലോ. അവരുദ്ധരിക്കുന്ന ഹദീസ് വായിക്കാം. ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കാലഘട്ടത്തിൽ ഒരു പറ്റം സഹാബത്ത് ഒരു നാട്ടിലേക്ക് ദഅവത്തിന് പോയി. അന്നാട്ടുകാർ സഹാബത്തിനെ സ്വീകരിച്ചില്ല. സഹാബത്ത് വിഷമത്തോടെ തിരിച്ചു പോരുന്ന സമയം, ആ സഹാബത്ത് തിരിച്ചു പോരുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, ആ നാട്ടിലെ നാട്ടുമൂപ്പനെ, ഗോത്ര തലവനെ വിഷമുള്ള എന്തോ ഒരു ജീവി കടിക്കുകയാണ്. വിഷം കയറി. ഒരു പല മരുന്നും കൊടുത്തു, ഇറങ്ങിയില്ല. അവസാനം ഇവർ വന്ന് സഹാബത്തിനോട് ചോദിച്ചു, ഹൽ ഫീകും റോക്ക്, നിങ്ങളെ കൂട്ടത്തിൽ മന്ത്രിക്കാൻ പറ്റുന്നവരുണ്ടോ? ആരോടാ ചോദിക്കുന്നത്? തൗഹീദ് പ്രചരിപ്പിക്കാൻ പോയ സഹാബത്തിന് ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ മന്ത്രിക്കാൻ പറ്റുന്നവരുണ്ടോ? സഹാബത്ത് പറഞ്ഞു, ഞാൻ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് മന്ത്രിച്ചു തരൂല. ഞങ്ങൾക്ക് മന്ത്രിച്ചു തരൂല. കാരണം ഞങ്ങൾ വന്നപ്പോൾ അവഗണിച്ച ആൾക്കാരാ. നിങ്ങൾക്ക് മന്ത്രിച്ചു തരണമെങ്കിൽ കൈമടക്കാദ്യം പറയണം. കൈമടക്ക് എത്രയാണ് പറയണം? അവർ ധാരണയിലെത്തി. ഹദീസിൽ കാണാം 30 ആട് ഒറ്റ ഊത്തിന് നമ്മളെ കൊതിക്കുന്ന തിൽക്ക അശറത്തും കാണില്ല. ഇത് 30 ആടാ ഒരൊറ്റ ഊത്തിന്. സഹാബത്ത് ഇവരെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇത് സഹിഹ ഹദീസാണ്. അതിന് പറഞ്ഞ ഒരു പുസ്തകത്തിൽ പറയുന്നു, 30 ആട് തീരുമാനമായി. മന്ത്രി ചൂതി 30 ആട് കിട്ടി. 30 ആട് കിട്ടിയപ്പോൾ സഹാബത്തിന് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം. എന്ത്? ഊതിയൊരു തർക്കമില്ല, കൈമടക്ക് വാങ്ങിയൊരു തർക്കമില്ല, കൈമടക്ക് കുറച്ച് ഓവറായോ, ചെറിയൊരു തർക്കം വന്നു. അപ്പൊ സഹാബത്തോട് നമുക്ക് ഒരു കാര്യം ചെയ്യാം, നബിയോട് പോയിട്ട് പറയാം, എന്താണ് മുത്തുനബി പറയുന്നത് അതുപോലെ ചെല്ലാം. അങ്ങനെ ഒരു നബിയുടെ അടുക്കൽ ചെന്നു, നബിയോട് സങ്കടം പറഞ്ഞു, വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോ എന്ത്? മന്ത്രിച്ചൂരി 30 ആട് വാങ്ങി എന്ന് പറഞ്ഞപ്പോ മുത്തുനബി ദേഷ്യപ്പെട്ടില്ല. പുണ്യനബി ചിരിച്ചിട്ട് പറഞ്ഞു, വാങ്ങിക്കോളൂ, നിങ്ങളത് സ്വീകരിച്ചോളൂ. മാത്രമല്ല വേറൊരു ഭൂമി നിങ്ങൾ ഓഹരി വെക്കുമ്പോ ആ ആടിന്റെ ഒരു കുറക് എനിക്കും തരണം. ഏത് കുറക്? മന്ത്രിച്ചൂരി കൈമടക്കി കിട്ടിയ ആടിന്റെ ഒരു കുറക്.
ഈ ഹദീസ് ബുഖാരിയുള്ളതാണ്. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം ഇക്കാര്യം വരെ കണ്ടിരുന്നില്ല. ഇപ്പോഴാ ഇസ്ലാഹ് മാസികയിൽ പറയുന്നു, മന്ത്രിച്ചതിൽ മാത്രമല്ല കൈമടക്കം സഹാബത്ത് ചെയ്ത കാര്യമാണ്. തുടങ്ങിക്കോട്ടെ, ഓരോ ഭാഗത്ത് ഓരോ ബോർഡും വെച്ച് ചികിത്സ തുടങ്ങിയില്ലേ. ഞാൻ തുടങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞത് മാത്രമല്ല, തുടങ്ങി. മഞ്ചേരിയിൽ ഇലാജുൽ ഖുർആൻ ഒരു ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവിടെ ബോർഡ് വെച്ച് സ്ഥാപനം തുടങ്ങി. എന്താ പരിപാടി? ഖുർആനിക ചികിത്സ. അവിടെ എന്താ നടക്കുന്നത്? ഖുർആനിക ചികിത്സയല്ല. പിന്നെയോ ജിന്ന് ബാധിച്ചു എന്ന് പറയുന്ന ആളുകളെ അടിച്ചിറക്കുന്നു, ചവിട്ടിയിറക്കുന്നു. അപ്പൊ മറുവിഭാഗം ചോദിച്ചു, ചവിട്ടാൻ എന്താ തെളിവ്? കേട്ടോളൂ, ചവിട്ടാള തെളിവ് ഇസ്ലാഹ് മാസിക പറയുന്നു. ജിന്ന് ബാധിച്ചവരെ ചവിട്ടാൻ തെളിവുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത്, നിങ്ങൾ പാവം ഒരു മനുഷ്യനെ ജിന്ന് ബാധിച്ചവരെ ചവിട്ടുക, അതിനെന്താ തെളിവ്? തെളിവല്ലേ രസം? കേട്ടോളൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ അബൂ ഹുറൈറ ഒരു ദിവസം വടിയിൽ കടന്നു. ആ വടിയിലൂടെ നടന്നു പോകുന്ന ആളുകൾ അബൂ ഹുറൈറയെ ചവിട്ടാൻ തുടങ്ങി. അപ്പൊ അബൂ ഹുറൈറ ചോദിച്ചു, എന്തിനാണ് എന്നെ ചവിട്ടുന്നത്? അപ്പൊ നിനക്ക് ഭ്രാന്തല്ല? എനിക്ക് ഭ്രാന്തൊന്നുമില്ല, എനിക്ക് വിശപ്പിന്റെ കാഠിന്യം മാത്രമേ ഉള്ളൂ. ഈ ഹദീസാണ് ഒരു തെളിവുദ്ധരിക്കുന്നത്. അപ്പൊ കണ്ടോ, അബൂ ഹുറൈറക്ക് ഭ്രാന്തുണ്ടെന്ന് മനസ്സിലായപ്പോ സഹാബത്ത് ചവിട്ടിയില്ലേ? അപ്പൊ ഭ്രാന്തുള്ളവരെ ചവിട്ടി ഇറക്കണമെന്ന് സഹാബത്ത് പഠിപ്പിച്ചതാണ്. എങ്ങനെയുണ്ട് തെളിവ്? ജിന്നിനെ ചവിട്ടിറക്കാൻ തെളിവ് പാവം അബൂ ഹുറൈറ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് വടിയിൽ കിടന്നപ്പോ സഹാബത്തുണ്ടല്ലോ, വടിയിൽ കിടക്കുന്നവർ എന്താണ് കിടക്കുന്നത് എന്ന് ചോദിച്ച് തട്ടുകൊടുത്തു. ആ തട്ട് കൊടുത്തതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ജിന്നിനിറക്കാനുള്ള തെളിവ്. എവിടേക്കെത്തിയ പ്രസ്ഥാനം? ഇപ്പൊ പറഞ്ഞു നോക്കും നിങ്ങൾ, ജിന്ന് എന്തൊക്കെയാകും? ഈ പുസ്തകം മുഴുവൻ ജിന്ന ചർച്ച. ഈ പുസ്തകം മുഴുവൻ ഇതിലെന്തൊക്കെയാ ജിന്നാകുന്നറിയോ? ജിന്ന് എന്തൊക്കെയാകും? ഒന്നും രണ്ടൊന്നല്ല. ഇദ്ദേഹം പറയുന്നു, ജിന്ന് എല്ലാ കാര്യവും ചെയ്യും. എത്രത്തോളം? ജിന്ന് വന്നുകൊണ്ട് മനുഷ്യനെ കൊല്ലുക വരെ ചെയ്യും. ആ ഹെഡിങ് തന്നെ എങ്ങനെയാ? ജിന്ന് മനുഷ്യനെ കൊല്ലും. ഈ ഹെഡിങ് ഇട്ടിട്ട് ഇതിന്റെ ഗ്രന്ഥകർത്താവ് പറയാണ്, ഒരു പക്ഷേ നിങ്ങളിത് കാണുമ്പോ, തലക്കെട്ട് കാണുമ്പോ ചിലർ ഞെട്ടിയെന്ന് വരും. ജിന്ന് മനുഷ്യനെ കൊല്ലുമോ എന്ന് ചോദിച്ചേക്കാം. അങ്ങനെയൊക്കെ സംഭവിക്കും. ജിന്ന് മനുഷ്യനെ കൊല്ലും, എന്തൊക്കെ ചെയ്യും? സുബ്ഹാനല്ലാഹ്. ഒരു കാലത്ത് ജിന്നില്ലെന്ന് പറഞ്ഞ ആളുകൾ, ഒരു കാലത്ത് ജിന്നെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇതൊരു പഴയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ എന്താ പറയുന്നത്? ജിന്ന് പിശാച് എന്നൊക്കെ പറഞ്ഞാൽ അത് ഫംഗസ് ആണ്, ബാക്ടീരിയാണ്, വൈറസ് ആണ്. അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമ്മൾ നേരം വെളുക്കുമ്പോ ഒതുണ്ടാക്കുന്ന സമയത്ത് മൂക്കിൽ വെള്ളം കയറ്റി ചുറ്റുമ്പോൾ റസൂൽ നിശ്ചയമായിട്ട് ശൈത്താൻ ബീത്തു, ശൈത്താൻ നിങ്ങളെ മൂക്കുകളിൽ കരിമൂക്കൾ വ്യാപാർക്കും. അതുകൊണ്ട് നിങ്ങൾ മൂക്കിലേക്ക് വെള്ളം കയറ്റി നന്നായിട്ട് ചീറ്റുന്ന ശൈത്താൻ പോകാൻ. അപ്പൊ ഇയാൾ പറഞ്ഞെന്താ അറിയോ? അവിടെ ശൈത്താൻ എന്ന് പറയുന്നത് ഉദ്ദേശം അത് ശൈത്താനല്ല, മറിച്ച് മണൽത്തരികളാണ്. മൂക്കിന്റെ ഉള്ളിൽ ശൈത്താനൊന്നും ഉണ്ടാവില്ല, അത് മണ്ണും പൊടിയും പോകാൻ റസൂലുള്ള ആ മണ്ണിനെ കുറിച്ച് ശൈത്താൻ എന്ന് പറഞ്ഞെന്ന് അർത്ഥമുള്ളൂ. ഇനിയോ ഹദീസിലുണ്ട്, നമ്മൾ കോട്ടുവായി നാം പിടിക്കണം. എന്താ? ശൈത്താന്റെ സാന്നിധ്യമുണ്ട്. ഇതിൽ അദ്ദേഹം പറയുന്നു, അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്താകും. കോട്ടുവായ ശൈത്താനിന്റെ ഭാഗത്താണ് വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ മുശ്രിക്കാണെന്ന് അവർ ഭാഗത്ത് എഴുതിയത്. എന്നാൽ ഈ പുസ്തകത്തിൽ പറയുന്നു, അങ്ങനെ വിശ്വസിച്ചേ പറ്റൂ, വിശ്വസിച്ചില്ലെങ്കിൽ മുശ്രിക്കാവും. അപ്പൊ ഇത് പ്രകാരം ഇവർ മുശ്രിക്ക്, ഇത് പ്രകാരം ഇവരും മുശ്രിക്ക്. നോക്കൂ നിങ്ങൾ, ഈ പ്രസ്ഥാനത്തിന്റെ ഗതികേട് നോക്കൂ നിങ്ങൾ. ഞാൻ ചുരുക്കട്ടെ, ഇക്കാലം വരെ ഇവർ പറഞ്ഞ ആശയങ്ങൾ ഓരോന്നോരോന്ന് തിരുത്തിയിരിക്കുകയാണ്. നബിദിനാഘോഷം ഇനി പറയും വേണ്ട. നബിദിനാഘോഷം ഒരു കാലത്ത് വലിയ പുണ്യമായിരുന്നു, ഇടക്കാലത്തത് മാറി. ഇടക്കാലത്ത് വലിയ പുണ്യമായിരുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് തെറ്റാണ്. എന്തിനാണ് പൂർവ്വകാലം മഹത്തുക്കളൊക്കെ അനുസ്മരിക്കുന്നത്? എന്തിനാണ് മഹത്തുക്കൾ എന്തിനാണ് ഓർക്കുന്നത്? ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഓർക്കുക മാത്രമല്ല, മരണപ്പെട്ടുപോയ വക്കം മൗലവിയെ ഓർക്കാൻ വേണ്ടി ഒരു ട്രസ്റ്റ് തന്നെ രൂപീകരിച്ചിരിക്കുകയാണ്. ആ ട്രസ്റ്റിന്റെ കീഴിൽ നാളെ നടക്കാൻ പോകുന്നത് അറിയോ? നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും നല്ലൊരു സിനിമയാണ് കോഴിക്കോട് റിലീസാകാൻ പോകുന്നത്, വക്കം മൗലവിയുടെ പേരിൽ. ആര്? മടവൂരി ഭാഗം. മടവൂരി ഭാഗം. അതോടുകൂടെ മടവൂരി ഭാഗത്തിനുള്ളിൽ വലിയ പ്രശ്നങ്ങളാണ് മടവൂരി ഭാഗത്ത് നടക്കുന്നത്. മടവൂരി ഭാഗം ഇപ്പൊ പിടർന്നിട്ടില്ല. പക്ഷേ ഈ സിനിമയോടുകൂടെ മടവൂർ ഗ്രൂപ്പും, നിങ്ങളറിയണം, മഹത്തുക്കൾ ഓർക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ആളുകൾ ഓർക്കുക എന്ന വിഷയത്തിന്റെ പേരിൽ ഇൻഷാ അല്ലാഹ് താമസമില്ല മടവൂർ ഗ്രൂപ്പും രണ്ടായി പിളരാൻ പോവുകയാണ്. എല്ലാം പിളർന്ന് തരിപ്പണമായി പോവുകയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, 1920 ശേഷം കേരളത്തിൽ കടന്നു വന്ന പ്രസ്ഥാനങ്ങളൊക്കെ എന്തൊരു ആദർശത്തിന്റെ മേലായിരുന്നോ അവർ രൂപീകൃതമായെങ്കിൽ ആ ആദർശത്തൊക്കെ പരിപൂർണമായി പിൻവലിഞ്ഞുകൊണ്ടിരിക്കുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ വേറെ കുറച്ച് ആൾക്കാർ കടന്നു വന്നു. പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, കണ്ണീർ തട്ടായിരിക്കും കുറച്ച് പറയണല്ലോ. വേറെ ചില ടീമുകൾ കടന്നു വന്നു. അവരെന്തേ പറഞ്ഞത്? സമസ്തന്റെ ആലിമീങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിൽ സ്പിരിറ്റില്ല, സമസ്തന്റെ ആലിമീങ്ങൾ സുന്നത്ത് ജമാഅത്ത് പറയുന്നില്ല, സമസ്തന്റെ ആലിമീങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാരെ പിന്നാലെ നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ രംഗത്ത് വന്നത്.
അല്ലേ? നമ്മളെക്കുറിച്ച് എന്തൊക്കെ ആരോപിച്ചു? ഈ സമ്മേളനത്തിന് മുമ്പ് തന്നെ അവരാ ഇമ്മിനി വലിയ വിളക്കില് അവരെല്ലാം എഴുതി എന്ത്? സമസ്തയുടെ ഉദ്ഘാടന സമ്മേളനം ശോഷിച്ചു പോകും, സൃഷ്ടിച്ചു പോകും, പരാജയപ്പെടും. അതിന് കാരണം പറഞ്ഞെന്താ? സമസ്തയുടെ ഉദ്ഘാടന സമ്മേളനത്തിന് അന്ന് തന്നെ തിരുവനന്തപുരത്ത് വേറെ സമ്മേളനം നടക്കുന്നുണ്ട്. ഇവിടെ പങ്കെടുക്കേണ്ട ആൾക്കാരൊക്കെ അവിടെ പോകുന്നതുകൊണ്ട് ഇവിടെ ആളുണ്ടാവൂല. സിറാജ് പത്രം വെണ്ടയ്ക്ക നിരത്തി. എന്നിട്ട് അവർ കണ്ണിൽ എണ്ണയും വെച്ച് കാത്തിരുന്നു ഇതൊന്ന് പരാജയപ്പെടുന്നു കാണാൻ. ഞാൻ ഈ ആലിമ്യങ്ങളെ സാക്ഷി നിർത്തി പറയുന്നു, സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് തിരുവനന്തപുരത്തല്ല, ഓരോ ജില്ലയിൽ ആരൊക്കെ സമ്മേളനം നടത്തിയാലും സമസ്തയുടെ സമ്മേളനത്തെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇത് മുന്നോട്ട് പോകുന്നു. ഈ സമസ്ത തന്നെ എല്ലാ ജില്ലയിലും സമ്മേളനം നടത്തുകയാണെങ്കിൽ, സമസ്ത ഒരേ ദിവസത്തിൽ എല്ലാ ജില്ലയിലും സമ്മേളനം നടത്താൻ തീരുമാനിച്ചാൽ ഇൻഷാ അല്ലാഹ് ഒരേ ദിവസം ഒരേ സമയത്ത് എല്ലാ ജില്ലയിലും 10,000 ലക്ഷങ്ങളെ വിളിച്ചുകൂട്ടി സമ്മേളനം നടത്താൻ കഴിയുന്ന ഏക പ്രസ്ഥാനം സമസ്ത കേരള ജംഇയ്യത്തുലമ മാത്രമേ ഉള്ളൂ. എന്തിന് സമസ്ത പറയണം? സമസ്തന്റെ കൊച്ചുകുട്ടികളല്ലേ എസ്. ഈ എസ് മനുഷ്യജാതി കണ്ടല്ലേ 26-ാം തീയതി 40 കേന്ദ്രങ്ങളിലാണ് ഒരേ സമയത്ത് ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് എസ് മനുഷ്യജാതി തീർത്തത്. കുട്ടികൾ, സമസ്ത കേരള ജംഇയ്യത്തുലമ കുട്ടികളായ ആളുകൾക്ക് തന്നെ കഴിയുമെങ്കിൽ സമസ്തയൊക്കെ പറഞ്ഞാൽ, ഈ ഇരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞാൽ ഓരോ ജില്ലയിലും 10,000 ഉൾപ്പെടുത്തി സമ്മേളനം നടത്താൻ ആരുടെ ഒരു പിന്തുണയൊന്നും സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് ആവശ്യമില്ല. അങ്ങനെയൊക്കെ ചില ആളുകൾ സ്വപ്നം കണ്ട് പത്രത്തിൽ എഴുതി. പക്ഷേ കണ്ട നിങ്ങൾ ഉദ്ഘാടന സമ്മേളനം വെറുതെ സെഷൻ വെച്ചതാണ്. അന്ന് ക്യാമ്പൊന്നുമില്ല. പക്ഷെ ഉദ്ഘാടന സമ്മേളനത്തിൽ തന്നെ 10,000 അവരെ ഒരുമിച്ച് കൂടിയത്. അത്തരക്കാരായ ചില ആളുകളൊക്കെ പറഞ്ഞു സമസ്തക്ക് സുന്നത്ത് ജമാഅത്തിൽ താല്പര്യമില്ല. ഇപ്പോഴോ അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കുന്നുങ്ങൾ. സുന്നത്ത് ജമാഅത്തിൽ താല്പര്യമില്ലെന്ന് മാത്രമല്ല, ബിദ്അത്തുകാരെ പോലെ സുന്നത്ത് ജമാഅത്ത് തകർക്കാൻ വേണ്ടി സുന്നി വിരുദ്ധ ആശയങ്ങൾ എവിടെയൊക്കെയാണെന്ന് തെളിവന്വേഷിച്ച് നടക്കുകയാണ്. ഇപ്പൊ ഒരാൾക്ക് കാര്യമായിട്ട് പണി എന്താ? മുത്തുനബിക്ക് നേലുണ്ടോ ഇല്ലേ എന്നുള്ള ഇങ്ങനെ തെരഞ്ഞെടുക്കുക. ഇപ്പം ഒരു അവസാനം കണ്ണാടി നേരിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒക്കെ കഴിഞ്ഞ് കണ്ണാടി നേരിലേക്കാണ് എത്തിയിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധമായ തിരുകേശത്തിനോ തിരു ശരീരത്തിനോ നേരുണ്ടാകോ? ഉണ്ടാവില്ല. ഇതേതാ മാസിക? ഇവരെ സുന്നി വയസ്സാണ്. 2000 മെയ് 1631 ലക്കം 1/20 ഈ സുന്നി വയസ്സിൽ പറയുന്നു, മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേലുണ്ടാകുന്നതല്ല. എത്ര പുസ്തകങ്ങൾ അവർ പറഞ്ഞു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ സിറാജ് പത്രത്തിൽ എന്താ എഴുതിയത്? റസൂലുള്ളാഹി തങ്ങൾക്ക് നേലുണ്ടോ നോക്കുന്നത് പോലും യുക്തിവാദമാണ്. അതിനെക്കുറിച്ച് പേരോടുന്ന സഖാഫിയുടെ ചോദ്യം വന്നു സെൻസിംഗ് മാസികയിൽ. അപ്പൊ എന്താ പേരോടുന്ന മറുപടി എന്താണ്? ഇങ്ങനെ സിറാജ് പത്രത്തിൽ റസൂലുള്ളാഹി തങ്ങളുടെ മുടിക്ക് നേലുണ്ടാകുമെന്നൊരു ചോദ്യത്തിന് നേലുണ്ടാകുന്ന രീതിയിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, ഒരു ലേഖന പരമ്പരയിൽ അങ്ങനെ വന്നിട്ടുണ്ടാവാം, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേലുണ്ടായിട്ടില്ല. അതൊരു മുഅ്ജിസത്താണ്. ആരെ? പേരോടുദ്ധമാ സക്കാഫി പറയാണ്. ഇതെന്നാ സെൻസിംഗ് മാസിക 2011 പേരോടുദ്ധമാ സക്കാഫി പറഞ്ഞത് മുത്തുനബിക്ക് നേലില്ല. 2011 എന്ന് കേട്ടോളൂ. അപ്പൊ അദ്ദേഹത്തിനോട് ചോദ്യം, തിരികേശത്തിന് മേലുണ്ടാകുമെന്നാണ് തങ്ങളുടെ അഭിപ്രായം. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, ഷൈർ മുബാറക്ക് മേലുണ്ടാവില്ല എന്ന് അനിഷേധ്യമായ തെളിവ് കൊണ്ട് സ്ഥിരപ്പെട്ടതായി നാം ആരും കണ്ടിട്ടില്ല. കാണാത്തത് പറയരുതല്ലോ. അതുകൊണ്ട് ചുരുക്കത്തിൽ മേലുണ്ടോ ഇല്ലേ എന്നതല്ല പ്രശ്നം. ഷൈർ മുബാറക്ക് ഞങ്ങളുടെ കയ്യിലുള്ളത് വാസ്തവമാണ്. നേലുണ്ടെങ്കിലും അല്ല, ഇല്ലെങ്കിലുമല്ല, ഞമ്മടുത്തുള്ളത് ക്ലിയർ ആണ്. പക്ഷെ അപ്പ പറഞ്ഞെന്താ? റസൂലുള്ളാഹിക്ക് നേലില്ല, പക്ഷെ മുടിക്കുണ്ടാവാ. ആ മുടി എവിടെ ഉള്ളതാ? ഈ ശരീരം എന്ന് പറഞ്ഞാൽ ഏതാ? ശരീരം എന്ന് പറഞ്ഞ കയ്യാ? ശരീരം എന്ന് പറഞ്ഞ കാലാ? ഏതാണ് ശരീരം എന്ന് പറയുന്നത്? ഈ മുടിയും കൈയും കാലും എല്ലാം ഉൾക്കൊള്ളുന്നതല്ല ശരീരം. പക്ഷെ അദ്ദേഹം കണ്ടുപിടിച്ചു ശരീരത്തിനില്ല, പക്ഷേ മുടിക്കുണ്ടാവാം. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോഴോ പേരോടുദ്രമ സഖാഫി വീണ്ടും തിരുത്തി അദ്ദേഹം പറഞ്ഞു, നബിക്കുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ മറുപടി എങ്ങനെയല്ലേ? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേലുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഇത് സുന്നത്ത് ജമാഅത്താണോ? ഇപ്പൊ അവിടുന്ന് മാറി ഇൻഷാ അല്ലാഹ് വിഷയങ്ങളൊക്കെ വൈകുന്നേരം ഹമീദ് ബിസി പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ അവിടെ നോക്കും നിങ്ങൾ, ഇത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണോ? സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെന്താ പഠിപ്പിച്ചത്? മഹത്തുക്കളായ പണ്ഡിതന്മാരൊക്കെ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയത് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ലം യകുൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേലുണ്ടായിട്ടില്ല.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരുണ്ടായിട്ടില്ല. കാരണം അന്നഹു കാന നൂറാ, കാരണം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകാശമായിരുന്നു. അതുകൊണ്ട് തന്നെ മുത്തുനബിക്ക് നേലുണ്ടായിട്ടില്ല. വഷ്ഹദു ലഹു ഹദീസ് ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദുആഇഹി അല്ലാഹുമ്മ ജഅൽനി നൂറാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ടല്ലോ, അല്ലാഹുവേ എന്നെ നീ പ്രകാശമാക്കണം. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്താൽ എന്നെ പ്രകാശമാക്കണം. അള്ളാഹു മുത്തുനബിയെ പ്രകാശമാക്കി. പ്രകാശത്തിന് പിന്നെ ഒരിക്കലും നേരുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നേരില്ലെന്ന് പൂർവ്വകാല പണ്ഡിത മഹത്തുക്കൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇവരിപ്പോ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക, എങ്ങനെയപ്പോ നേരുണ്ടാക്കാൻ പറ്റുക? ആലോചിച്ച് നോക്കുങ്ങൾ. സുന്നത്തിയുമായിട്ട് എന്ത് താല്പര്യമാണുള്ളത്? ഇപ്പൊ എന്തോ നിങ്ങൾ ഒരു പുതിയ പാർട്ടി പ്രഖ്യാപിച്ചു. ആദ്യം എവിടെ നോക്കിയാലും സുന്നിയായിരുന്നു അല്ലെ, എന്ത് നോക്കിയാലും സുന്നി, മർക്കസ് സഖാഫത്ത് സുന്നി, സുന്നി വിദ്യാഭ്യാസ ബോർഡ്, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, സുന്നി, എല്ലാ സുന്നി ജമിയത്തുൽ ഉലമ, ഇതൊക്കെ ആയി. ഇപ്പോ ആദ്യം ചെറിയ കുട്ടികൾക്ക് സുന്നി അല്ലെ, അവർ SBS ഉണ്ടാക്കി, അവിടെയും സുന്നി, പിന്നെ SSF അവിടെയും സുന്നി, പിന്നെ SBS അവിടെയും സുന്നി, വിദ്യാഭ്യാസ ബോർഡ് അതും സുന്നി, എല്ലാം സുന്നി 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 മൂത്തെത്തിയപ്പോഴോ മുസ്ലിം ജമാഅത്ത്. ഇപ്പൊ സുന്നി പറയാൻ കഴിയുന്നില്ല, സുന്നി എന്നൊരക്ഷരം പറയാൻ കഴിയുന്നില്ല. എന്നാ പിന്നെ അതും സുന്നി ജമാഅത്തിലിടേണ്ടത്, പക്ഷേ പറയാൻ കഴിയുന്നില്ല. എന്തേ കാരണം? സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പൂർണ്ണമായി ബലികഴിച്ചിരിക്കുകയാണ്. എന്തൊക്കെ വിഷയങ്ങൾ? കേവലം നേര് മാത്രമല്ലോ, ഏതൊക്കെ വിഷയങ്ങൾ? ഒന്നോ രണ്ടോ വിഷയങ്ങളല്ലല്ലോ, എത്ര വിഷയങ്ങളിലാണ് പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ പൂർണ്ണമായി പിൻവലിച്ചില്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഅ്ജിസത്ത് അത് വഫാത്തോടുകൂടെ മുറിയുമെന്ന് പറഞ്ഞപ്പോ എന്തെവിടെ സംഭവിച്ചു പോയത്? മുഖാമുഖ വേദികളിൽ അവർക്ക് പങ്കെടുക്കാൻ കഴിയാതെയായി. കാരണം മുഖാമുഖ വേദികളിൽ ഇസ്തിഗാസ പറയുമ്പോ, മരിച്ചുപോയ ഇസ്തിഗാസയെ കുറിച്ച് പറയുമ്പോ മുജാഹിദ് പ്രസ്ഥാനം ചോദിക്കുകയാണ്. എന്താ മുജാഹിദ് പ്രസ്ഥാനം ചോദ്യം? മരിച്ചാ പിന്നെ കഴിഞ്ഞില്ലേ, പിന്നെ ഇസ്തിഗാസ എടുത്തിട്ട് എന്താ കാര്യം? ചേലേമ്പർ സംവാദം ഉണ്ടായപ്പോ ഒരു സാധുവിനോട് ചോദിച്ചു, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രമുഖനായ പണ്ഡിതൻ ഹനീഫ് കായ്ക്കുടി ചോദിച്ചു, അല്ല നിങ്ങൾ മരിച്ചുവരെ വിളിച്ച് സഹായം നേടാനല്ലേ പറയണത്? മരിച്ചാൽ എല്ലാം കഴിഞ്ഞു എന്നല്ലേ പെൺമൾ അബ്ദുൽ ഖാദർ മുസ്ലിം പറയുന്നത്? അത് ചോദിച്ചോടുകൂടെ സംവാദങ്ങൾ തിളങ്ങി നിന്ന വ്യക്തി, ഒതുക്കങ്ങൾ കയറി നിൽക്കുന്ന വ്യക്തി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാതെയും കയറാതെ നിൽക്കുന്ന വ്യക്തി, അദ്ദേഹത്തിനത് മറുപടി പറയാൻ കഴിഞ്ഞില്ല. എന്നാൽ അതേ ചോദ്യം പേരാമ്പ്ര സംവാദത്തിലെത്തുകൊണ്ട് അതേ വ്യക്തി ഹനീഫ് കായ്ക്കുടി നമ്മോട് ചോദിച്ചു, നിങ്ങളെ നേതാവ് പെൺമുള പറഞ്ഞിട്ടുണ്ടല്ലോ, മരിച്ചാൽ മഅ്ജിസത്ത് തീരും. നമ്മൾ അന്തസ്സോടെ പറഞ്ഞ ആ സാധനം ഞങ്ങളതല്ല, ആ ഒരു വാദം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ നേതാക്കന്മാർ ഒരാളുടെ ഉദ്ധരണികൊണ്ടും ആ ഒരു വിഷയമെന്നല്ല സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായി ഒന്നും തെളിയിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഇത് നമ്മൾ പറഞ്ഞു. അൽഹംദുലില്ലാഹ് അതിന്റെ ഫലം കണ്ടില്ലേ? ആ സംവാദത്തിന്റെ ഫലം കണ്ടില്ലേ? കേരള ചരിത്രത്തിൽ ഈ അടുത്ത കാലത്ത് ഒരുപാട് സംവാദം ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരുടെ സംവാദം കൊണ്ടൊന്നും ഒരാളും മുജാഹിദിന് സുന്നിക്ക് വന്നിട്ടില്ല. പക്ഷേ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അച്ചടക്കമുള്ള വിദ്യാർത്ഥി സംഘം SKSന്റെ ആദർശവിങ്ങായ ഇസ്തിഖാമ പേരാമ്പ്ര സംവാദം നടത്തി കഴിഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് ഒരു മുജാഹിദ് പണ്ഡിതൻ മുജാഹിദ് പ്രസ്ഥാനം രാജിവെച്ചുകൊണ്ട് പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കൂടിക്കൊണ്ട് പറഞ്ഞു, ഇതാണ് സത്യം, ഇത് മാത്രമാണ് സത്യം. അൽഹംദുലില്ലാഹ്. എന്തുകൊണ്ട് സാധിച്ചു? ഈ സാലിഹ്യങ്ങളെ കൂടെ നിന്നതുകൊണ്ട്, ഈ മഹത്തുക്കളെ കൂടെ നിന്നുകൊണ്ട്. നമുക്ക് ഉറപ്പിച്ചു പറയാം, നമ്മുടെ ആദർശത്തിനൊരു മാറ്റമില്ല. ഞാൻ തറപ്പിച്ച് പറയുന്നു, ഈ പണ്ഡിതന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട്, ഈ 10,000 സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, ഒരു ആദർശത്തിലും ഇന്നേ വരെക്കൊരു മാറ്റം വരാതെ, പതറാതെ, ചിതറാതെ ഉറച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനം കേരളത്തിലുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജമിയത്തുൽ മാത്രമാണ്. الظاهرين على الحق حتى يأتي أمر الله. السلام عليكم ورحمة الله تعالى وبركاته.